ഹലോ, ഡീകോഡറിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ വർഷത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോകളിൽ ഒന്നാണ്. അതിൽ വരുന്ന 12 മാസങ്ങളിൽ ലോകത്തിനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ഡീകോഡ് ചെയ്യുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർ അത്ഭുതകരമായ നിക്ഷേപകനും എഴുത്തുകാരനുമായ പ്രതിഭാശാലിയായ രുചിർ ശർമ്മയെയും അദ്ദേഹത്തിൻ്റെ 2026 മികച്ച 10 ട്രെൻഡുകളെയും ശ്രദ്ധയോടെ കേൾക്കുക. രുചിർ ശർമ്മ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്ററും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വാട്ട് വെൻ റോങ് വിത്ത് ക്യാപിറ്റലിസം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. അദ്ദേഹം ബ്രേക്ക്ഔട്ട് ക്യാപിറ്റലിൻ്റെ സ്ഥാപകനും റോക്ക്ഫെല്ലർ ഇൻ്റർനാഷണലിൻ്റെ ചെയർപേഴ്സണുമാണ്. ശരി, ഇന്നത്തെ പരിപാടിക്ക് 2 ഭാഗങ്ങളുണ്ട്. രണ്ടാം ഭാഗം 2026 കുറിച്ചുള്ളതാണ്. എന്നാൽ ആദ്യം കഴിഞ്ഞ വർഷത്തെ രുചിറിൻ്റെ പ്രവചനങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നുവെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ഗവേഷണവും ഉൾക്കാഴ്ചകളും എല്ലാം നടത്തിയിരിക്കുന്നത് രുചിറും അദ്ദേഹത്തിൻ്റെ മിടുക്കരായ ടീമുമാണെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ വർഷം ലോകമെമ്പാടുമുള്ളതും ഇന്ത്യയിലെയും സംഭവങ്ങളെക്കുറിച്ചുള്ള പതിവായതും വ്യത്യസ്തവുമായ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഡീകോഡർ ഫോളോ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ആദ്യം രുചിർ, ഞങ്ങളോടൊപ്പം വീണ്ടും ചേർന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിങ്ങളെ ലഭിച്ചത് വളരെ സന്തോഷം. ശരി, ഒരിക്കലെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തിയത് വലിയ കാര്യമാണ്. ശരി, ഇത് ഈ വർഷത്തെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷോയാണ് പ്രണോയ്. ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി. പിന്നെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പ്രവചനത്തിൽ ഞങ്ങൾ വളരെ കർശനമായിരിക്കും. എനിക്ക് അത് ശീലമാണ്. ഞാൻ കരുതുന്നു ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു ദശാബ്ദത്തിലേറെയായി ഞാൻ വിമർശനങ്ങൾക്ക് നടുവിലാണ്. ശരി, കഴിഞ്ഞ വർഷം നിങ്ങൾ നടത്തിയ പ്രവചനവും യഥാർത്ഥത്തിൽ സംഭവിച്ചതും നമുക്ക് പരിശോധിച്ചു തുടങ്ങാം. ആദ്യം, അമേരിക്കൻ ആധിപത്യത്തിൻ്റെ സമീപകാല രീതിയിൽ ഒരു ഗതിമാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൃത്യമായി അതുതന്നെയായിരുന്നു. അന്താരാഷ്ട്ര വിപണി US-നേക്കാൾ 2 ഇരട്ടിയായി 2 തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതൊന്ന് നോക്കൂ. യൂറോപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ 35% വരുമാനം, അമേരിക്ക 18%. വളർന്നു വരുന്ന വിപണികൾക്ക് പോലും 34%, US-ന് 18%. ഇവയെല്ലാം ചൈന, ജപ്പാൻ, ലോകം മുഴുവൻ, ഇന്ത്യ ഒഴികെ. ഇന്ത്യ അല്പം കുറവായിരുന്നു, വെറും 3%. കൂടാതെ ഇത് ഡോളർ കണക്കിലാണെന്ന് നിങ്ങൾ സൂചിപ്പിച്ചു. അതെ, അതുകൊണ്ട് ഞാൻ കരുതുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് പ്രണോയ് ലോകത്ത് നിക്ഷേപിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു സ്ഥലം അമേരിക്കയാണെന്നായിരുന്നു എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആഗോള ഇക്വിറ്റി ബെഞ്ച്മാർക്കുകളിലെ അമേരിക്കയുടെ പങ്ക്, ഉദാഹരണത്തിന്, അത് ഏകദേശം 66%. എൻ്റെ ദൈവമേ, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പണം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം അമേരിക്കയാണെന്നാണ്. കൂടാതെ അതിൻ്റെ ഒരു നേട്ടമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനും കഴിഞ്ഞ വർഷം താരതമ്യേന നല്ലൊരു വർഷമായിരുന്നു. 10% എന്ന ദീർഘകാല ശരാശരി വരുമാനത്തേക്കാൾ വളരെ മുകളിലാണ് 18%. കൂടാതെ US സമ്പദ് വ്യവസ്ഥ പോലും നന്നായി പ്രവർത്തിച്ചു, അത് നമുക്ക് കാണാം. എന്നാൽ ആപേക്ഷികമായി നോക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അമേരിക്കയേക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വാസ്തവത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാർജിനിൽ. വാവ്! അപ്പോൾ ഇതൊരു പ്രവണതയുടെ തുടക്കമാണെന്ന് ഞാൻ കരുതുന്നു. 2017 സംഭവിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ ഇതൊരു ദീർഘകാല പ്രവണതയുടെ ഭാഗമാണോ എന്ന് നമുക്ക് കാണാം. എന്നാൽ എനിക്ക് തോന്നുന്നത് 2025 ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു എന്നാണ്. ശരി. കൂടാതെ അടുത്ത ഏതാനും വർഷങ്ങളിൽ ലോകത്തിലെ മറ്റ് ഓഹരി വിപണികൾ മികച്ച പ്രകടനം തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആ പ്രവചനം നടത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ അമേരിക്ക വളരെ നന്നായി പോവുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ താരതമ്യേന തിരിച്ചു പോകാൻ പോവുകയാണ് എന്ന്. അതെ. എന്ത് സൂചന? ഞാൻ ഉദ്ദേശിച്ചത് എന്ത്? നിങ്ങൾ അതെങ്ങനെയാണ് കണ്ടത്? ശരി, അതിലൊന്ന്, നിങ്ങൾക്കറിയാമോ, എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഒരു സാർവത്രിക സമവായമുണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ സ്വയം ചോദിക്കുന്ന ചോദ്യം, വാങ്ങാൻ ഇനി ആരാണ് ബാക്കിയുള്ളത് എന്നാണ്. അതായത് എല്ലാവരും ഒരുവിധം ഇതിനകം തന്നെ ബുള്ളിഷ് ആണെങ്കിൽ, ശരിയാണ്, ഒരു രാജ്യത്തെക്കുറിച്ച്, അപ്പോൾ ഉറപ്പായും അവർ അവരുടെ എല്ലാ മൂലധനവും ഇതിനകം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ കരുതുന്നത് അതാണ് കാര്യം. അമേരിക്ക എല്ലായ്പ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഓഹരി വിപണിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായും നിലനിൽക്കും. വലിപ്പത്തിൽ. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ കാര്യങ്ങൾ അക്കാര്യത്തിൽ നേരെ തിരിയും. അതെ, കഴിഞ്ഞ 100 വർഷമായി എല്ലായ്പ്പോഴും അതായിരുന്നു അവസ്ഥ.
പക്ഷേ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ധാരാളം കാലഘട്ടങ്ങൾ, പതിറ്റാണ്ടുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ശരി, അതൊരു മികച്ച പ്രവചനമായിരുന്നു. കൂടാതെ വെൽത്ത് മാനേജ്മെൻറ്റ് സ്ഥാപനമായ 360ൻ്റെ ക്ലയൻറ്റുകളെ ഞാൻ ഉപദേശിക്കുന്നത് പോലെ അവർ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നതിനപ്പുറം ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, US ഒരു മാരകമായ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു ധനക്കമ്മി അതിൻ്റേതായ ഒരു തലത്തിലാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് താരിഫുകൾ ധനപരമായ ആശങ്കകൾ ലഘൂകരിക്കുകയും 10 വർഷത്തെ വരുമാനം കുറയുകയും ചെയ്തു എന്നതാണ്. പക്ഷേ GDPയുടെ ശതമാനം എന്ന നിലയിൽ ധനകമ്മി നോക്കൂ. അമേരിക്ക 6.9 നിന്ന് 6 കുറഞ്ഞു. പക്ഷേ അതിൻ്റെ പകുതിയായ യൂറോപ്പിലെ 3% താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും 6%. ഇന്ത്യ അമേരിക്കയേക്കാൾ വളരെ കുറവാണ്, 4.8. കൂടാതെ വളർന്നു വരുന്ന വിപണികൾ മൊത്തത്തിൽ 4.8. അതുകൊണ്ട് ഇപ്പോഴും വളരെ കൂടുതലാണ്, പക്ഷേ അല്പം കുറഞ്ഞു. അതെ, അതിനാൽ ഇത് എനിക്ക് ഒരു പരിധിവരെ ആശ്ചര്യമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ പൂർണ്ണമായും സംഭവിച്ചില്ല. കാരണം അമേരിക്കയിൽ ബജറ്റ് കമ്മി കുറയ്ക്കാനുള്ള പ്രോത്സാഹനം വളരെ കുറവാണെന്നും രാഷ്ട്രീയക്കാർ അവർ ഒരു പ്രതിസന്ധി നേരിടുന്നതുവരെ. ശരിയാണ്. അവരുടെ ശീലം കൂടുതൽ ചെലവഴിക്കുന്നതും സാധ്യമാകുന്നിടത്തെല്ലാം നികുതി കുറയ്ക്കുന്നതുമാണ്. കാരണം അവരൊരു തരത്തിൽ പണം തിരികെ നൽകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം ചെലവഴിക്കാനോ ആഗ്രഹിക്കുന്നു, അല്ലേ? അപ്പോൾ അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. ശരിയാണ്. അതുകൊണ്ട് കാര്യമെന്തെന്നാൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ അമേരിക്കയുടെ ബജറ്റ് കമ്മി കുറഞ്ഞു. കാരണം ടാരിഫുകൾ ഇവിടെ വളരെ വലിയ പങ്ക് വഹിച്ചു. താരിഫുകളിൽ നിന്നുള്ള വരുമാനം GDPയുടെ 1% സംഭാവന ചെയ്തു അമേരിക്കയുടെ ധനകമ്മിയിലേക്ക്. അതാണ് ധനകമ്മി കുറയ്ക്കാൻ സഹായിച്ചത്. ശരി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക്, നിങ്ങൾക്കറിയാമോ, ഒരുവിധം സാധിച്ചു. പക്ഷേ ഇപ്പോഴും 6% എന്നത് കൂടുതലാണ്. 6% ഇപ്പോഴും വളരെ കൂടുതലാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവർ GDPയുടെ ഏകദേശം 3% ബജറ്റ് കമ്മിയിൽ പ്രവർത്തിച്ചിരുന്നത് അമേരിക്കൻ സാമ്പത്തിക മാതൃകയുടെ ഒരു അടിസ്ഥാനപരമായ പിഴവാണെന്നാണ്. വാവ്. കഴിഞ്ഞ ദശകത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും, അതായത് 2010കളിൽ, ഇപ്പോൾ ശരാശരി 6% തോന്നുന്നു. അതൊരു പുതിയ സാധാരണ അവസ്ഥയായതുപോലെ തോന്നുന്നു. വാവ്, യഥാർത്ഥത്തിൽ അതൊരു വലിയ മാറ്റമാണ്. അതെ, ഈ ഷോയിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നത് പോലെ 6% ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു 2026. വാവ്. പക്ഷെ 2025 ബോണ്ട് ഈൽഡുകൾ അത്രയധികം വർദ്ധിച്ചില്ല. ശരിയാണ്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചു. ശരി. ബജറ്റ് കമ്മി വർദ്ധിക്കാത്തതുകൊണ്ട്. ശരി. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ 3ാമത്തെ പ്രവചനം അമേരിക്ക അത്ര സവിശേഷമായിരിക്കില്ല എന്നായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് വലിയൊരു AI ഉത്തേജനം ഉണ്ടായിട്ടും അമേരിക്കയുടെ US-ന്റെ വളർച്ച മന്ദഗതിയിലായി. കൂടാതെ AIക്ക് വേണ്ടി എത്ര പണം ചെലവഴിച്ചുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. യഥാർത്ഥ GDP വളർച്ച 2.8 നിന്ന് 2.1% കുറഞ്ഞു. അതേസമയം ആഗോളതലത്തിൽ അത് മാറ്റമില്ലാതെ തുടരുകയും ഇന്ത്യയിൽ അത് ഉയരുകയും ചെയ്തു. പക്ഷേ അമേരിക്കയുടേത് കുറഞ്ഞു. ഇല്ല, പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നത് അമേരിക്കയ്ക്ക് 2.1% വളരാൻ കഴിഞ്ഞു എന്നത് താരതമ്യേന ശ്രദ്ധേയമാണ് എന്നാണ്. കാരണം അതൊരു വലിയ അടിത്തറയാണ്. അതൊരു വലിയ അടിത്തറയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ചില വർഷങ്ങളിൽ ഇതിലും വേഗത്തിൽ വളരുകയായിരുന്നു. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാമമാത്രമായ കണക്കുകളിൽ. കഴിഞ്ഞ വർഷം ആ പ്രവണത നിങ്ങൾക്കറിയാമോ? ബാക്കിയുള്ളവ കാരണം സ്വയം ലഘൂകരിച്ചു. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ആദ്യത്തെ പ്രവണതയിലും 3ാമത്തെ പ്രവണതയിലും ഉണ്ടായിരുന്ന വലിയ കാര്യം സാധാരണമാണ്. അമേരിക്കയ്ക്ക് ഒരു മോശം വർഷമായിരുന്നു എന്നല്ല. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിന്നു. എങ്കിലും അത് AIയിലെ ഒരു വലിയ പന്തയമായി മാറിയതുകൊണ്ടാണ് പ്രധാനമായും പിടിച്ചു നിന്നത്. പക്ഷേ 2025 വലിയ വാർത്ത ലോകത്തിലെ മറ്റു രാജ്യങ്ങളെക്കുറിച്ചായിരുന്നു. 2 കാര്യങ്ങളിലും. അതെ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെയും കാര്യത്തിൽ ആളുകൾ പ്രതീക്ഷിച്ചതിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ അതായിരുന്നു 2025 ഏറ്റവും വലിയ കഥ. ബാക്കിയുള്ള ആ അമേരിക്കൻ വിശിഷ്ടതാവാദം അവസാനിച്ചു. ബാക്കിയുള്ള ലോകവും ഇന്ത്യയും 7.2. അതെ, പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ GDP ഡാറ്റയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ചിലത് സാങ്കേതികമാണ്. കാരണം GDP ഡിഫ്ലേറ്ററിലെ പണപ്പെരുപ്പ ഡാറ്റ ഒരുപക്ഷെ യഥാർത്ഥ GDP വളർച്ചയെ പെരുപ്പിച്ചു കാണിക്കുന്നുണ്ടാകാം. ശരി. എന്നാൽ പൊതുവെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലും മറ്റു വളർന്നു വരുന്ന വിപണികളിലും സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ടു, പ്രത്യേകിച്ച് അമേരിക്കയെ അപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ. ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വിഷയങ്ങളിലൊന്ന് 7.2 എന്നത് മികച്ചതാണ്. അതെ, പക്ഷെ ഞാൻ 25 വർഷത്തോളം
എല്ലാ വർഷവും ചൈനയിൽ പോയിരുന്നു. ഞാൻ ഡെങ് ഷിയാവോപിങ്ങിനെ കണ്ടു. അവർ 12%, 14% നിരക്കിൽ വളരുകയായിരുന്നു. ശരി. അപ്പോൾ 7.2 മുൻപത്തേക്കാൾ വളരെ മെച്ചമാണ്. ആയിരിക്കേണ്ടതും അതാണ്. അത്രയ്ക്ക് മെച്ചമല്ല, പക്ഷേ ഒരു നല്ല നിരക്കാണ്. പക്ഷേ നമ്മൾ 12-14 എത്തുന്നത് വരെ നമ്മൾ മറ്റൊന്നാകില്ല. ഏഷ്യൻ അത്ഭുതം. അത്ഭുതം, അതെ, നിങ്ങൾ പറയുന്നത് പോലെ ഒരു തരത്തിൽ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 12-14% എത്തുമ്പോൾ മാത്രമേ സന്തോഷിക്കേണ്ടതുള്ളൂ. ഞാനത് കാര്യമായി വിശ്വസിക്കുന്നു. അതെ, പക്ഷേ അതിനായി നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഷോ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതായത് ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിൽ വളരണമെങ്കിൽ, ഈ വളർച്ചാ നിരക്കുകൾ നിലനിർത്തണമെങ്കിൽ പോലും, കാരണം ഇതൊരു ലോ ബേസ് കൂടിയാണ്. അതെ, ലോ ബേസ് കൂടാതെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് വളർച്ചാ നിരക്ക് നിങ്ങൾക്കറിയാമല്ലോ 8% അടുത്തായി കാണുന്നത്. ശരി. ഒരുപക്ഷെ യഥാർത്ഥ 6%-ത്തേക്കാൾ ശരി. അത് നമുക്ക് വരുന്ന വർഷത്തിലോ മറ്റോ കാണാൻ സാധിക്കും. ശരി. അതിൻ്റെ കാരണം GDP ഡിഫ്ലേറ്റർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ സാങ്കേതികമായി പോകാതെ പറഞ്ഞാൽ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. നമ്മൾ സംസാരിച്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പ്രകടനത്തിൽ അത് കാണാം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന മറ്റ് ഡാറ്റകളിലും അത് കാണാം. ഇന്ത്യക്ക് ഒരുപാട് വിദേശ മൂലധനം ആവശ്യമാണ്. കൂടാതെ വളരെ കുറച്ച് ആളുകളെ കയറ്റുമതി ചെയ്യേണ്ടതുമുണ്ട്. എന്നാൽ അതിനു പകരം ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഈ രാജ്യത്തേക്ക് ഫലത്തിൽ വിദേശ മൂലധനം വരുന്നില്ല എന്നതാണ്. വാസ്തവത്തിൽ അത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. അതെ, ഈ വർഷം അത് ശരിക്കും വളരെ ആശങ്കാജനകമായിരുന്നു. അതെ. മറ്റൊരു കാര്യം എന്തെന്നാൽ, കാരണം ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചൈനയുടെ 12% പ്രധാന കാരണം പണം രാജ്യത്തിനകത്തേക്ക് വന്നതാണ്. അതുപോലെ അതെ, പ്രത്യേകിച്ച് നേരിട്ടുള്ള വിദേശ നിക്ഷേപം. അവർക്ക് GDPയുടെ 3 മുതൽ 4% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, കുതിച്ചുചാട്ടത്തിന്റെ വർഷങ്ങളിൽ. അതേസമയം ഇന്ത്യയുടെ ആക്റ്റ FDI 0-ത്തിനടുത്താണ്. വാവ്, അത് നിർണായകമാണ്. മാത്രമല്ല മൊത്തം FDI പോലും GDPയുടെ 1%-ത്തിനടുത്താണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇന്ത്യ നേരിടേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം എങ്ങനെ കൂടുതൽ വിദേശ മൂലധനം നേടാം എന്നതാണ്. കാരണം നമുക്കത് ആവശ്യമാണ്. കാരണം സ്വകാര്യ, പ്രത്യേകിച്ച് നിക്ഷേപം, വ്യവസായങ്ങളിലും മറ്റും നേരിട്ടുള്ള നിക്ഷേപം, അല്ലേ? കാരണം അത് സാങ്കേതികവിദ്യ കൈമാറ്റത്തിനും കൂടി സഹായിക്കും. അതെ, അതെ. കൂടാതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോലെ എങ്ങനെയാണ് ആളുകളെ കയറ്റുമതി ചെയ്യുന്നത് കുറയ്ക്കുന്നത്. അതായത് ധാരാളം ആളുകൾ ഇന്ത്യ വിട്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വലിയ തോതിൽ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 7 ലക്ഷം ആളുകൾ ഇന്ത്യ വിട്ടുപോയി എന്നാണ്. ആ സംഖ്യ കഴിഞ്ഞ ദശകത്തിൽ ഇത് 3 ലക്ഷത്തിനടുത്തായിരുന്നു. കൊള്ളാം. കൂടാതെ 2 ദശകങ്ങൾക്ക് മുൻപ് ഏകദേശം സന്തുലിതമായിരുന്നു. അപ്പോൾ ആളുകൾ രാജ്യം വിട്ടുപോകുന്ന ത്വരിതഗതിയിലുള്ള ഒരു പ്രവണത നമ്മളിവിടെ കാണുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ്. ഞാൻ കരുതുന്നു അവ 2 കാര്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നു നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ രസകരമാണ്, ഈ വർധനവ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതെ, എല്ലാ വിസ നിയന്ത്രണങ്ങളും കൂടാതെ എല്ലാത്തരം ഉണ്ടായിരുന്നിട്ടും. അതെ, കുടിയേറ്റ വിരുദ്ധ. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും. അതെ, അത് ശരിയാണ്. നിങ്ങൾ നടത്തിയ 4ാമത്തെ പ്രവചനം പുതിയ തടാരങ്ങൾ ഉദിച്ചുയരും എന്നതായിരുന്നു. വാസ്തവത്തിൽ 2025 സംഭവിച്ചത് US-നേക്കാൾ വേഗത്തിൽ വളരുന്ന എമേർജിംഗ് മാർക്കറ്റുകളുടെ എണ്ണം കുതിച്ചുയർന്നു എന്നതാണ്. 2024 US-നേക്കാൾ വേഗത്തിൽ ആലോഹരി GDP വളർച്ചയുള്ള 52% എമേർജിംഗ് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. 52. കഴിഞ്ഞ വർഷം അത് 76 ഉയർന്നു. അപ്പോൾ അത് സംഭവിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ മുൻകൂട്ടി കണ്ടു? ശരി, കാരണം ഒന്നാമതായി ഒരു താഴ്ന്ന അടിസ്ഥാനത്തിൽ നിന്ന് പല എമേർജിംഗ് മാർക്കറ്റുകളും US-നേക്കാൾ വേഗത്തിൽ വളരേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്. പക്ഷേ 52-ൽ നിന്ന് 76-ലേക്കോ? അതെ, 2000-ങ്ങളിൽ എല്ലാ എമേർജിംഗ് മാർക്കറ്റുകളും കുതിച്ചുയർന്നുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി എമേർജിംഗ് മാർക്കറ്റുകൾക്ക് വളരെ 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 പ്രയാസമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പോയിന്റ് ഇതായിരുന്നു, അവർ ആവശ്യത്തിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ നേരെയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കൂടുതൽ നന്നായി വളരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. അതായിരുന്നു എൻ്റെ അടിസ്ഥാനപരമായ തോന്നൽ. ശരിയാണ്. ഞാൻ എമേർജിംഗ് മാർക്കറ്റുകളെ വിലയിരുത്തിയപ്പോൾ അതെ, അത് ഒരുവിധം തനിയെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിൻ്റെ വേഗത കൂടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ AI-യുടെ മുന്നേറ്റം കൊണ്ടാണെങ്കിലും തായ്വാൻ പോലുള്ള ചില രാജ്യങ്ങൾ നിങ്ങൾക്കറിയാമോ വളരെ വേഗത്തിൽ വളരുന്നുണ്ട്.
തായ്വാൻ അതിശയകരമായിരുന്നു. അതെ, ഒരു വലിയ വിജയഗാഥ പോലെ. പിന്നെ കിഴക്കൻ യൂറോപ്പിലെയും വളർച്ച ത്വരിതഗതിയിലായ മറ്റ് സ്ഥലങ്ങളിലെയും രാജ്യങ്ങൾ പോലും. അതുകൊണ്ട് ഇത് വളർന്നു വരുന്ന വിപണികൾക്ക് ഒരു നല്ല വാർത്തയാണെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്. പല രാജ്യങ്ങളിലും യു എസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളർച്ച കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ യു എസിനെ അപേക്ഷിച്ച് വളർച്ച ത്വരിതഗതിയിലാകുന്നു. അതുകൊണ്ട് അതിനർത്ഥം സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ മികച്ച പ്രകടനവും വളർന്നു വരുന്ന വിപണികളിലേക്ക് കൂടുതൽ മൂലധന പ്രവാഹവും ഉണ്ടാകുമെന്നാണ് പുതിയ താരങ്ങളുടെ ഉദയവും. നിങ്ങൾ കണ്ടത് തികച്ചും വലിയൊരു മാറ്റമാണ്. അതെ, ഒരിക്കലെങ്കിലും നിങ്ങൾക്കത് ശരിയായി. ശരി, നിങ്ങൾ നടത്തിയ 5ാമത്തെ പ്രവചനം ചൈന വീണ്ടും നിക്ഷേപയോഗ്യമാകുമെന്നായിരുന്നു. വർഷങ്ങളോളം നിങ്ങൾക്ക് ചൈനയെക്കുറിച്ച് അല്പം നെഗറ്റീവ് കാഴ്ചപ്പാടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പ്രവചനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു വലിയ മാറ്റമാണ്. നിങ്ങൾ പെട്ടെന്നൊരു വഴിത്തിരിവ് കണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചൈനയുടെ സ്റ്റോക്കുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനേക്കാൾ 2 മടങ്ങിൽ കൂടുതൽ റിട്ടേൺ നൽകി. ചൈനയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് 31%, US 18%. എന്തൊരു മാറ്റം! അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാൽ ഒരുപാട് ആളുകൾ ചൈനയെക്കുറിച്ച് അശുഭാപ്തി വിശ്വാസികളായി മാറിയിരുന്നു എന്നതാണ്. അതായത് അതെ, ചൈനയ്ക്ക് കടം മുതൽ ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾ വരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യ ചുരുങ്ങുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സംഭവിച്ചത് എന്തെന്നാൽ വിദേശ നിക്ഷേപക സമൂഹവും മറ്റുള്ളവരും ചൈനയെ നിക്ഷേപയോഗ്യമല്ലാത്തത് എന്ന് വിളിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ചൈനയിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവർ വീണ്ടും കണ്ടെത്തി, അല്ല, AI ടെക്നോളജി പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചൈന ഇപ്പോഴും വളരെ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ലോകമെമ്പാടും സംഭവിക്കുന്ന AI കുതിച്ചുചാട്ടത്തിൻ്റെ പിൻബലത്തിലും ചൈനക്ക് AIയിൽ അത്തരം കഴിവുകളുണ്ട് എന്ന വസ്തുത കൊണ്ടും അലിബാബ, ടെൻസെന്റ് പോലുള്ള കമ്പനികൾ നയിച്ചുകൊണ്ട് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ? ശരി, നിങ്ങൾക്കറിയാമോ? കൂടാതെ മറ്റു ചില കമ്പനികളും അവയ്ക്ക് വളരെ മത്സരബുദ്ധിയുള്ള LLM മോഡലുകൾ വികസിപ്പിച്ചു. ശരി. അതുകൊണ്ട് ചൈനീസ് ഓഹരി വിപണി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വീണ്ടും നിക്ഷേപയോഗ്യമായി മാറുകയും ചെയ്തു. അതായത് അതിന് ശേഷം അതെ ഒരുപാട് വർഷങ്ങളായി ഒഴിവാക്കപ്പെട്ടു. നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വർഷങ്ങളായി. എന്നിട്ട് ഈ മാറ്റം അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. മറ്റൊന്ന്, യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തിയ 6ാമത്തെ പ്രവചനം വളരെ അത്ഭുതകരമായിരുന്നു. ഇന്ത്യയിലെ സ്മോൾ ക്യാപ്പുകൾ ഇനി മനോഹരമായിരിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. അതും മിഡ് ക്യാപ്പുകളെക്കാളും ലാർജ് ക്യാപ്പുകളെക്കാളും മികച്ച പ്രകടനം സ്മോൾ ക്യാപ്പുകൾ വർഷങ്ങളോളം കാഴ്ചവെച്ചതിന് ശേഷമായിരുന്നു. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? സ്മോൾ ക്യാപ്പുകളുടെ പ്രകടനം ഏറ്റവും മോശമായിരുന്നു. ലാർജ് ക്യാപ്പുകൾ 10.5 ഉയർന്നു, മിഡ് ക്യാപ്പുകൾ 6.2, സ്മോൾ ക്യാപ്പുകൾ -5.3 താഴുകയും ചെയ്തു. പല വർഷങ്ങളായി സ്മോൾ ക്യാപ്സുകളിൽ നിക്ഷേപിച്ചിരുന്ന ആ രീതിക്ക് ഇപ്പോൾ പൂർണ്ണമായ ഒരു മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം അത് നേരെ മറിച്ചായി. അതെ, പിന്നെ ഇതെല്ലാം രൂപയുടെ കണക്കുകളാണ്. അപ്പോൾ തീർച്ചയായും ഡോളർ കണക്കിൽ അത് കുറച്ചുകൂടെ കൂടുതലാണ്. അതെ, പക്ഷേ ആപേക്ഷികമായി അവർ പറയുന്നത് പോലെയാകും. അത് ശരിയാണ് അവിടെ. പക്ഷേ ഇവിടുത്തെ കാര്യം ഇതാണ്, അതായത് വാല്യുവേഷനുകൾ. നിങ്ങൾക്കറിയാമോ, ഇത് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ ഈ ആവേശങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് വാല്യുവേഷനുകൾ എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന കാര്യം മറക്കുന്നു. ശരിയാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ വാല്യുവേഷനുകൾ വളരെ ചെലവേറിയതായി മാറി. കൂടാതെ അവയുടെ വരുമാനം സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും വളരെ ഉയർന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഇത് പൊതുവെ അല്പം ആശങ്കാജനകവുമാണ്. കഴിഞ്ഞ വർഷം മൊത്തത്തിലുള്ള വിപണിയുടെ വരുമാന വളർച്ച വെറും 4% മാത്രമായിരുന്നു എന്നതാണ്. ശരിയാണ്. GDP വളർച്ചയ്ക്ക് സംഭവിച്ചതുമായി ഒരു വലിയ പൊരുത്തക്കേടുണ്ട്, അല്ലേ? കാരണം നമ്മൾ സംസാരിക്കുന്നത് 8% തരത്തിലുള്ള GDP വളർച്ച, എന്നിട്ടും മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വരുമാന വളർച്ച 4%. കൂടാതെ സ്മോൾ ക്യാപ്പുകളുടെ വരുമാനവും ലാഭ വളർച്ചയും യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ടുണ്ട്. അത് മൊത്തത്തിൽ പോലും. മൊത്തത്തിൽ അതെ, ശരിയല്ലേ? അതുകൊണ്ട് അതാണ് അതിനെ ശരിക്കും താഴേക്ക് വലിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. വലിയ മാറ്റം. ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ചിലതിന് വലിയ മൂല്യവർധന ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ വർഷങ്ങളോളം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ്. ശരിയാണ്. പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പുകളുടെ വരുമാന വളർച്ചയും ലാഭ വളർച്ചയും നെഗറ്റീവായി മാറിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്.
മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റേത് വേഗത കുറഞ്ഞു. എന്തൊരു മാറ്റം! പക്ഷേ അവയുടേത് കുറവാണ്, നെഗറ്റീവായി മാറി. അതുകൊണ്ട് അതൊരു യഥാർത്ഥ പ്രതിബന്ധമാണെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും GDP വളർച്ചയിലും മറ്റും നമുക്കുള്ള എല്ലാ പ്രധാന വാർത്തകളിലെ ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നിട്ടും ഓഹരി വിപണി അല്പം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ഇത് നിങ്ങളോട് പറയുന്നു. കാരണം സ്മോൾ ക്യാപ് ഓഹരികൾ. ശരി, ഓഹരി വിപണി എന്നത് ആളുകൾ പരിഭ്രാന്തരായി അവരുടെ വാക്ക് പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുന്ന ഒരിടം. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധമുള്ളതാണ്. അതെ, കാരണം എനിക്ക് തോന്നുന്നത് ഈ സ്മോൾ ക്യാപ് ഓഹരികൾ സാമ്പത്തികമായി കൂടുതൽ സെൻസിറ്റീവ് ആകാറുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്. ശരി, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. വ്യക്തമായും നെഗറ്റീവ് വരുമാനത്തിനും ലാഭ വളർച്ചയ്ക്കും കാരണമായി എവിടെയോ ഒരുതരം മാന്ദ്യം സംഭവിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ 10 പ്രവചനങ്ങളിൽ 7ാമത്തേത് AI-യിൽ അമിത ചെലവുണ്ടാകുമെന്നായിരുന്നു. അത് ബിഗ് ടെക്കിനെ ദോഷകരമായി ബാധിക്കും. കൂടാതെ ഈ മാഗ്നിഫിഷ്യൻറ്റ് 7 ഉണ്ട്, അല്ലെങ്കിൽ മാഗ് 7 എന്ന് അറിയപ്പെടുന്നത്. അവർ US വിപണിയെ നയിക്കുന്നത് തുടരുന്നു. അതെ, മാഗ് 7 US റിട്ടേണുകളുടെ കാര്യത്തിൽ 23% മുകളിലാണ്. കൂടാതെ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ സൂചിക വെറും 18 മാത്രം മുകളിലാണ്. അതുകൊണ്ട് മാഗ് 7 മറ്റു ഓഹരികളേക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അങ്ങ് നടന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ AI-യുടെ ശക്തിയിൽ വലിയ വിശ്വാസിയാണ്. കൂടാതെ എന്ന വസ്തുതയിലും ശരി, AI-ക്ക് ഒരു വലിയ ഉൽപാദനക്ഷമത പ്രഭാവം ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ ഈ കമ്പനികളിൽ ചിലത് ചെലവഴിക്കുന്ന പണത്തിൻ്റെ അളവിനെക്കുറിച്ചും ഈ മൂലധനത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ ഒരു വരുമാനം ലഭിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും എനിക്ക് ശരിക്കും ആശങ്കയുണ്ട്. അതാണ് ഞാൻ കരുതുന്നു എൻ്റെ ആശങ്കയായിരുന്നത്. കൂടാതെ 2025-ൽ നിക്ഷേപകർ ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരാകുമെന്ന് ഞാൻ കരുതി. ശരി, ഇപ്പോൾ അടുത്ത ഗ്രാഫ് കാണിക്കുന്നത് പോലെ അതെ, ഇതാ നമ്മൾ. അതെ, അമിതമായി ചെലവഴിക്കുന്നത് അതിനെ ദോഷകരമായി ബാധിക്കും. പക്ഷേ മാഗ്നിഫിസൻറ്റ് 7, മാഗ് 7 അവർ ഭിന്നിച്ചു. കൂടാതെ ഗൂഗിൾ 66%, AI-യിൽ അവർ അല്പം വൈകിയാണ് തുടങ്ങിയത്. കൂടാതെ മൈക്രോസോഫ്റ്റ് വെറും 16% മാത്രം വളർന്ന അത് തുടക്കക്കാരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് കൂടാതെ ആമസോൺ 5%. അപ്പോൾ എന്തൊരു വ്യത്യാസം, 66-ൽ നിന്ന് 5%. എന്തുകൊണ്ട് ആ ഭിന്നത? അതെ, പക്ഷേ ഇത് മറ്റൊരു കഥ കൂടി പറയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിക്ഷേപകർ ശരി, ഈ പണമെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങുമെന്ന ആശങ്കകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കൂടാതെ പകരം നമ്മൾ കണ്ടത് അതായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. മൊത്തത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നതായി ഇത് കാണിക്കുന്നില്ല. കാരണം മൊത്തത്തിലുള്ള വരുമാനം വളരെ മികച്ചതായിരുന്നു. പക്ഷേ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ആശങ്കകൾ വരുന്നുണ്ട്. ആമസോൺ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്നതിൻ്റെ കാരണം മെറ്റയും നിങ്ങൾക്കറിയാമോ അത്ര നന്നായി പ്രവർത്തിക്കാതിരുന്നത്. ഈ കമ്പനികൾ കൂടുതൽ പണം ചെലവഴിക്കുന്നതും വാസ്തവത്തിൽ ആദ്യമായി അവരുടെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കടം വാങ്ങാൻ തുടങ്ങുന്നതുമാണ്. AI നിക്ഷേപങ്ങൾ ശരിയാണ്. അതേസമയം ഗൂഗിളും NVIDIAയും അവ ഇപ്പോഴും ക്യാഷ് കൗസായി തുടരുന്നു. അതായത് അവർ ഒരു കടവും എടുക്കുന്നില്ല. കാരണം അത് വളരെ രസകരം. അവർ ധാരാളം പണം ഉണ്ടാക്കുന്നു. കൂടാതെ ഗൂഗിളിൻ്റെ വിപണിയിൽ ആൽഫബറ്റ് എന്നറിയപ്പെടുന്ന പ്രകടനം പ്രത്യേകിച്ചും വളരെ മികച്ചതായിരുന്നു. കാരണം അവർ എല്ലാ മേഖലകളിലും ഒരുപോലെ മുന്നേറുന്നു. അതുകൊണ്ട് ചിപ്പ് രംഗത്ത് അവർക്ക് കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞു. അവർക്കുള്ള AI മോഡലുകളിലും ഇപ്പോൾ അവർക്ക് ഗൂഗിൾ, യൂട്യൂബ് പോലുള്ള സെർച്ച് എഞ്ചിനുകളുണ്ട് എന്ന വസ്തുതയും. യൂട്യൂബ് കാഴ്ചവെക്കുന്നത് അതിഗംഭീരം, കുതിച്ചുയരുകയാണ്. അതെ അതെ. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ പോലും ആ കണക്കുകൾ ഒരുതരം അത് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നായി മാറിയതുകൊണ്ട് പ്രതീക്ഷകൾക്കും അപ്പുറത്താണ്. അതെ, TV സ്റ്റേഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ. ശരി, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദിവസവും 600 ദശലക്ഷത്തിലധികം ആളുകൾ അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ശരി, അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. അവർ അവരുടെ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ AI-യിലെ നിക്ഷേപങ്ങൾക്ക് പണം കണ്ടെത്താൻ ഇപ്പോൾ വലിയ കടം വാങ്ങുന്ന മറ്റ് ചില AI കമ്പനികളെ പോലെയല്ല, ഗൂഗിളിൻ്റെയും NVIDIAയുടെയും കൈവശം ഇപ്പോഴും ധാരാളം പണമുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നു ആ വ്യത്യാസം ഇപ്പോൾ വ്യക്തമായി കാണുന്നുണ്ട്. ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 3-4 വർഷം മുൻപ് ഞാൻ സിലിക്കൺ വാലിയിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ ഗൂഗിളിൻ്റെ തലവനായ സുന്ദർ പിച്ചയെക്കുറിച്ച് ആളുകൾക്ക് വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ സുന്ദർ പിച്ചൈ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അദ്ദേഹം മറ്റുള്ളവരെക്കാൾ മുന്നിലാണ്. 66%. അത് ഏകദേശം കഴിഞ്ഞ വർഷമെങ്കിലും. അതെ, കഴിഞ്ഞ വർഷം. അതെ, പക്ഷേ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാകുമെന്ന്. കാരണം അതായത് അദ്ദേഹം
അദ്ദേഹം ശരിക്കും പ്രകടനം കാഴ്ചവെച്ചു. ആൽഫബറ്റിന് ഒരു ശ്രദ്ധേയമായ വർഷം പോലെ, അല്ലെങ്കിൽ അതെ, ഗൂഗിൾ എന്നാണല്ലോ അവരറിയപ്പെടുന്നത്. അതെ, ശരി. നിങ്ങളുടെ 10 പ്രവചനങ്ങളിൽ 8-ാമത്തേത് അമേരിക്കയെ കൂടാതെ ലോകമെമ്പാടും വ്യാപാരം വളരുന്നു എന്നതായിരുന്നു. വാസ്തവത്തിൽ അമേരിക്കയിൽ വ്യാപാരം കുറയുകയും അമേരിക്കയ്ക്ക് പുറത്ത് വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക താരിഫുകൾ ഏർപ്പെടുത്തി. പക്ഷേ കയറ്റുമതി വളർച്ചാ നിരക്കുകൾ നോക്കൂ. US ഒഴികെയുള്ള ലോകത്ത് വ്യാപാര വളർച്ചാ നിരക്ക് 5% നിന്ന് 6.4% ഉയർന്നു. ഗംഭീരം. അമേരിക്കയിലാകട്ടെ ട്രംപ് ആഗ്രഹിച്ചതിന് നേർവിപരീതമായി അത് 4.6 നിന്ന് 4.1% കുറഞ്ഞു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാമോ, ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തീരുവകൾ ചുമത്തിക്കൊണ്ട് വ്യാപാര യുദ്ധം വർദ്ധിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചു. വളരെ രസകരമെന്ന് പറയട്ടെ, ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ തിരിച്ചടിച്ചില്ല. ശരി. അപ്പോൾ വ്യാപാര യുദ്ധത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങളെ നിയന്ത്രിച്ചൊരു കാര്യമായിരുന്നു അത്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ അതെ, ഞങ്ങളും വർദ്ധിപ്പിക്കും എന്നവർ പറഞ്ഞില്ല. അതെ, വാസ്തവത്തിൽ അവർ പറഞ്ഞത് ശരി എന്നാണ്. വളരെ ശരിയാണ്. അതെ, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ചർച്ച നടത്താം എന്നത് വ്യാപാര യുദ്ധത്തിന്റെ പ്രഭാവം കുറച്ചു. പക്ഷെ രണ്ടാമതായി, ഞാൻ കഴിഞ്ഞ വർഷം സംസാരിച്ച ഒരുപക്ഷെ കൂടുതൽ രസകരമായ ഒരു പ്രവണത ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളും പറയുന്നു എന്നതാണ്, ശരി, അമേരിക്ക ഞങ്ങളോട് ഇത് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ പരസ്പരം കൂടുതൽ വ്യാപാരം നടത്താമെന്ന് കണ്ടെത്താം. എനിക്ക് മനസ്സിലായി. സ്വതന്ത്ര വ്യാപാരത്തിന്റെ പ്രയോജനങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് ഇന്ത്യയുടെ കാര്യത്തിലും ശരിയാണ്. അതായത്, നിങ്ങൾ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യം ഇന്ത്യ കുറച്ച് അമിതമായി സംരക്ഷണവാദപരമായിരുന്നു എന്നതാണ്. ശരിയാണ്. എന്നാൽ ഈയിടെയായി ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന്. അവർ ന്യൂസിലൻഡുമായി പെട്ടെന്ന് ഒരെണ്ണം ചെയ്തുവെന്നാണ് ഞാൻ കരുതുന്നത്. അതെ. പിന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്കറിയാമല്ലോ, അവർ ഒമാനുമായി ചെയ്തതുപോലെ പെട്ടെന്ന് ഒരു വിശാലമായ സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്തം. അതുകൊണ്ട് ഞാൻ കരുതുന്നത്, നിങ്ങൾക്കറിയാമോ, ഇതാണ് സംഭവം. അതായത് പിന്നെ യൂറോപ്പിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യ ഏറ്റവും നന്നായി പ്രതികരിക്കുന്നത്. അതെ, അത് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ കൂടുതൽ വേഗത്തിൽ. തീർച്ചയായും അത് വ്യാപാരമായാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോലെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതായാലും നിങ്ങൾക്കറിയാമല്ലോ, നിയമങ്ങളിലെ ചില മാറ്റങ്ങൾ പോലെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ ഒരു ചെറിയ ഉപരോധത്തിലാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ പ്രതികരിക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ മനോഭാവത്തിൽ വലിയൊരു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നതിൽ ഇത് മറ്റു പ്രദേശങ്ങളിലും ശരിയാണ്. നിങ്ങൾ യൂറോപ്പിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും നോക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം പരസ്പരം കൂടുതൽ വ്യാപാരം ചെയ്യുന്നുണ്ട്. കണക്കുകളും അതുതന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ട്രംപ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ അദ്ദേഹം ലോകത്തെ കൂടുതൽ മഹത്തരമാക്കുന്നു, വീണ്ടും മഹത്തരമാക്കുന്നു. അത് വിപണിയുടെ പ്രകടനത്തിൽ കാണാനുണ്ട്. അതെ, കൃത്യമായി. അതൊരു വസ്തുതയോടുള്ള പ്രതികരണമാണ്. വിപണിയുടെ പ്രകടനം, കയറ്റുമതി പ്രകടനം. അദ്ദേഹം ലോകത്തെ വീണ്ടും മഹത്തരമാക്കുന്നു. കാരണം അദ്ദേഹം ലോകത്തെ അവരുടെ കാര്യങ്ങൾ നേരെയാക്കാൻ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ, അതായത് ഈ ശത്രുതാപരമായ ലോകത്ത് നമ്മൾ മത്സരിക്കേണ്ടി വന്നാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേരെയാക്കുകയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയെ വീണ്ടും മഹത്തരമാക്കുന്നു. മെഗാ. ശരി. അതെ, ശരിയല്ലേ? അതൊരു നല്ല കാര്യമാണ്. നിങ്ങളുടെ 10-ൽ 9-ാമത്തേത് ആഗോളതലത്തിൽ സ്വകാര്യ ഫണ്ടിംഗ് മന്ദഗതിയിലാകുമെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്വകാര്യ ക്രെഡിറ്റിലേക്കുള്ള ഒഴുക്ക് കുറയുകയും സ്ഥാപനങ്ങൾ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു എന്നതാണ്. കഴിഞ്ഞ വർഷം S&P 18% ഉയർന്നപ്പോൾ പ്രധാന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ 12% ഇടിഞ്ഞു. ഇനി നിങ്ങളിത് കുറച്ചുകൂടി വ്യക്തമായി വിശദീകരിക്കുക. എന്താണ് പ്രധാന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ എന്ന് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതെ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവ സാധാരണയായി ചരിത്രപരമായി സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളായിരുന്നു. പക്ഷേ അവ ഇപ്പോൾ വളരെ വലുതായിരിക്കുന്നു. അവർ സ്വകാര്യ ക്രെഡിറ്റും ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്ക് വായ്പ നൽകുന്നതിന് പകരം ഇവ സ്വകാര്യ ക്രെഡിറ്റ് ഇടപാടുകളാണ്. അതാണ് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ സ്വകാര്യ ക്രെഡിറ്റ് രംഗത്തെ ഭീമന്മാരായി മാറിയിരിക്കുന്നു.
പിന്നെ ഇവിടേക്കാണ് സാമ്പത്തിക രംഗം ഒരുപാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദശാബ്ദക്കാലമായി സ്വകാര്യ വിപണികൾ വളരെ വേഗത്തിൽ വളരുകയാണ്. പക്ഷേ ഞാൻ കരുതുന്നത് കഴിഞ്ഞ വർഷം സംഭവിച്ചതെന്തെന്നാൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതായത് പൊതുവിപണികൾ ഇത്രയും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും പണം സ്വകാര്യ വിപണികളിൽ നിക്ഷേപിക്കേണ്ടതുണ്ടോ? കാരണം അവിടെ നിന്നുള്ള എക്സിറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സ്വകാര്യ ഇക്വിറ്റി രംഗത്ത് US-ലും യൂറോപ്പിലും പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തി ആളുകൾ കണ്ട എക്സിറ്റുകൾ വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് ഈ സ്വകാര്യ ഇക്വിറ്റി കമ്പനികൾ 3, 4, 5 വർഷം മുൻപ് വളരെ ഉയർന്ന മൂല്യനിർണ്ണയത്തിൽ നിക്ഷേപം നടത്തിയതായി കാണുന്നു. പക്ഷേ നമ്മൾ എങ്ങനെ പുറത്തു കടക്കും? അപ്പോൾ എക്സിറ്റുകളായിത്തീരുന്നു വളരെ പ്രധാനം, കൂടുതൽ ഒരു പ്രശ്നമായി. പിന്നെ സ്വകാര്യ ക്രെഡിറ്റിന്റെ കാര്യത്തിൽ പോലും ആളുകൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതായത് കാരണം സ്വകാര്യ ക്രെഡിറ്റ് വിപണികളിൽ സംഭവിച്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ട 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആയിത്തീർന്നു. ഇവിടെ ഈ വായ്പകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കമ്പനികൾക്ക് കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്ത വലിയ ചരിത്രമൊന്നുമില്ല. അപ്പോൾ ആ മൂലധനം നമുക്ക് തിരികെ ലഭിക്കുമെന്ന് എങ്ങനെ അറിയാം? കൂടുതൽ പരീക്ഷിക്കപ്പെട്ട പൊതുവിപണികളിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു തരം അതെ, യഥാർത്ഥത്തിൽ എന്തൊരു മാറ്റം. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. 10-ൽ നിങ്ങളുടെ 10ാമത്തേതും പതിവ് പോലെ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുന്ന ഒന്നായിരുന്നു അമിതവണ്ണം. ഈ മരുന്നുകൾക്കും കുത്തിവയ്പ്പുകൾക്കും മറ്റും അത്ഭുതകരമായ പരിഹാരങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അമിതവണ്ണത്തിനെതിരായ മരായ മരുന്നുകൾ ഇപ്പോഴും ഒരു സെൻസേഷനാണ്. എന്നാൽ ഉയർന്ന വിൽപ്പനയുണ്ടായി, പക്ഷേ വിൽപ്പന കുത്തനെ കുറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് 2024-ൽ അവ 27%, 43%, 64% എന്നിങ്ങനെ വളരുകയായിരുന്നു. എന്നിട്ടത് 26%-മായി കുറഞ്ഞു. ഇപ്പോഴും മോശമല്ല, 26%. കൃത്യം, അതെ. എന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ? അതോ ശരി, അതിലൊന്ന്, അതായത് ഇതൊരു ഉയർന്ന ബേസാണ്. അതെ, കാരണം വളർച്ച ശരി ഇതിനകം കുതിച്ചുയർന്നിരുന്നു. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴും പ്രചാരത്തിലുള്ള ഒന്നാണെന്നാണ്. വളർച്ചാ നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സത്യസന്ധനായിരിക്കണം. ഇവിടെ എൻ്റെ പക്ഷപാതമാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ കുറച്ചൊരു പ്രകൃതിവാദിയാണ്. അതുകൊണ്ട് ഏറ്റവും മോശമായ കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെ, അതുകൊണ്ട് കൂടുതലുണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് പിടികിട്ടി. ദൃശ്യമായ പാർശ്വഫലങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് പിടികിട്ടി. സത്യത്തിൽ അതുകൊണ്ട് കൂടുതൽ ദൃശ്യമായ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ചില വളർച്ചാ നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇതിൽ ചിലത് ബേസ് ഇഫക്റ്റുമായി ബന്ധപ്പെട്ടതാകാം. പക്ഷേ എല്ലാ അർത്ഥത്തിലും അവ ഇപ്പോഴും മൊത്തത്തിൽ വളരെ ജനപ്രിയമായി തുടരുന്നു. അതെ, അറിയാമല്ലോ, പുറത്ത് തീർച്ചയായും ഓഹരി വിലയുടെ പ്രകടനം ഇപ്പോൾ ഒരുപാട് വ്യത്യാസപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാമല്ലോ ചില പുതിയ മുന്നേറ്റങ്ങളുള്ളവ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിലെ ഈലി ലില്ലി പോലെ അതെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം യൂറോപ്പിലെ നോവോ നോർഡിസ്ക് അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വ്യതിചലനം കാണുന്നു. ഒരുപക്ഷെ വിപണി കുറച്ചുകൂടി പക്വത പ്രാപിക്കുന്നതാകാം. ശരിയാണ്. അതുകൊണ്ട് ഈ തരംഗം അവസാനിച്ചുവെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇപ്പോഴും വളരെ സജീവമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഓപ്ര മന്ത്രാലയം അത് കാണിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഒരു തരംഗമാണ്. ശരി, നിങ്ങളുടെ സ്കോർ കാർഡിൻ്റെ ഒരു സംഗ്രഹം വേഗത്തിൽ നോക്കാം. ഞാൻ നിങ്ങൾക്ക് 10-ൽ 8 തരുന്നു. അത് സത്യത്തിൽ വളരെ നല്ലതാണ്. ഒന്നാമതായി, അമേരിക്കൻ ആധിപത്യത്തിൻ്റെ സമീപകാല രീതിയിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ പറഞ്ഞു. കൃത്യം. രണ്ടാമതായി, US-ന്റെ മാരകമായ പിഴവായ ധനക്കമ്മി അതിൻ്റേതായ ഒരു സ്ഥാനത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ശരിയായിരുന്നില്ല. ശരി. അമേരിക്ക അത്ര സവിശേഷമായി കാണപ്പെടില്ല. കൃത്യം. ശരി. പുതിയ താരങ്ങൾ ഉയർന്നു വരുമെന്ന് നിങ്ങൾ പറഞ്ഞു. കൃത്യം. ചൈന വീണ്ടും നിക്ഷേപയോഗ്യമാകുമെന്ന് നിങ്ങൾ പറഞ്ഞത് അസാധാരണമായിരുന്നു. പക്ഷേ നിങ്ങൾ മാറി ചിന്തിച്ചു. അത് കൃത്യമാവുകയും ചെയ്തു. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വർധനവ്. ഇന്ത്യയിൽ ഇത്രയും വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം സ്മോൾ ക്യാപ്പുകൾക്ക് ഇനി ആകർഷകത്വം ഉണ്ടാകില്ല എന്നത് അതിശയകരമായിരുന്നു. അതെ. അസറ്റ് ക്ലാസ്, അവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു AI-ൽ അമിതമായി ചെലവഴിക്കുന്നത് ബിഗ് ടെക്കിനെ ദോഷകരമായി ബാധിക്കും. അവിടെ നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയായിരുന്നില്ല. ശരി. അവർ ഇപ്പോഴും ഇപ്പോഴും വളരെ നന്നായി പോകുന്നു.
വളരെ നന്നായി പോകുന്നു. പ്രത്യേകിച്ച് സ്റ്റോക്കുകൾ, അവയിൽ മിക്കതിൻ്റെയും വിലകൾ അതെ, ഇപ്പോഴും മാന്യമായി പോകുന്നു. മാന്യമായി പോകുന്നു. അതെ. പിന്നെ നിങ്ങൾ പറഞ്ഞു വ്യാപാരം വളരുന്നു, അമേരിക്കയെ കൂടാതെ ആഗോളതലത്തിൽ വളരും. കൃത്യം. അത് നിങ്ങൾക്കറിയാമോ, ഉണ്ടാക്കുന്നു. അതെ, ട്രംപിന്റെ ഭൂമിയെ വീണ്ടും മഹത്തരമാക്കുന്നു എന്നത് കൃത്യം. പ്രൈവറ്റ് ഫണ്ടിംഗ് ആഗോളതലത്തിൽ മന്ദഗതിയിലാകും. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തതേയുള്ളൂ. അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പൊണ്ണത്തടി, മാന്ത്രികമായ പരിഹാരങ്ങളൊന്നുമില്ല. ഇതൊരു മാന്ത്രിക പരിഹാരമല്ല. പക്ഷെ ആളുകൾ ഇപ്പോഴും 26% വളർച്ചയിലാണ്. ഇത് ഇപ്പോഴും മാന്യമായ ഒന്നാണ്. ഒരു വലിയ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴും. പക്ഷെ ഞാൻ പറയും, ശരി, ഏകദേശം നിങ്ങൾക്കൊരു ബോർഡർ ലൈൻ ആണോ? ശരി, ബോർഡർ ലൈൻ ഞങ്ങളത് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ അത് 7 ശരിയാണ്. 10. ശരി. ഇനി 2026 രുചിറിൻ്റെ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫണ്ടുകൾ കൊണ്ട് എന്തു ചെയ്യണമെന്നോ, എവിടേക്ക് യാത്ര ചെയ്യണമെന്നോ, എന്ത് ചെയ്യണമെന്നോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 10 പ്രവണതകളിൽ ഓരോന്നും കേൾക്കുക. ആദ്യം നിങ്ങൾ പറഞ്ഞു AI ഒരു ബബിളാണ്. അതൊരു ബബിളാണ്. ഒരു ബബിളിനെ, ഏത് ബബിളിനെയും രൂപപ്പെടുത്തുന്ന 4 Oകൾ നിങ്ങൾക്കുണ്ട്. ഓവർ വാല്യുവേഷൻ, ഓവർ ഓണർഷിപ്പ്, ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഓവർ ലെവറേജ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കുക. നിങ്ങൾക്കറിയാമോ, ഞാൻ കുമിളകളെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. അതെ, അത് ഞാൻ ഗവേഷണം നടത്തിയ എൻ്റെ ഇഷ്ട വിഷയങ്ങളിൽ ഒന്നാണ്. എൻ്റെ ഒരു 30 വർഷത്തെ നിക്ഷേപ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് 1500 മുതൽ നിങ്ങൾ കുമിളകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതെ, കുമിളകൾ. നിങ്ങൾക്കറിയാമല്ലോ കുമിളകളുടെ ചരിത്രം. ശരി. കൂടാതെ കുമിളകൾക്ക് ഒരു അംഗീകൃത നിർവചനവുമില്ല. ശരി. ശരിയാണ്. കാരണം വാസ്തവത്തിൽ ഇന്ന് ആളുകൾ പറയുന്നത് കുമിളകളെക്കുറിച്ചുള്ള സംസാരത്തിൽ തന്നെ ഏകദേശം ഒരു കുമിളയുണ്ടെന്നാണ്, അല്ലേ? അതെ. കാരണം ഒരുപാട് ആളുകൾ ആ ബി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ശരി. വളരെ ഒരുതരം ശരി, ഏതാണ്ട് അശ്രദ്ധമായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചട്ടക്കൂടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ബബിളാണോ അല്ലേ എന്ന് അളക്കാൻ കഴിയുന്ന 4 വഴികളുണ്ട്. ശരി. അപ്പോൾ അതിലൊന്ന് അമിത മൂല്യനിർണ്ണയമാണ്. അത് നേരിട്ടുള്ളതാണ്. അതായത് എന്താണ് മൂല്യനിർണ്ണയം? അപ്പോൾ നിങ്ങൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും പ്രത്യേകിച്ച് AI മേഖലയും നോക്കുകയാണെങ്കിൽ അവിടുത്തെ വാല്യുവേഷനുകൾ എന്തെല്ലാമാണെന്നുള്ളത് അത് പരിഹാസ്യമാം വിധം ഓവർ വാല്യൂഡ് ആണ്. അതും വളരെ ഉയർന്നതാണ്. അതായത് 1999-ലും 2000-ലും ഒക്കെ ഉണ്ടായിരുന്നതുപോലെ ഇതിലും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ചിലർ പറയുന്നു. പക്ഷേ നിങ്ങൾ വിലയുടെ ചില ഗതിവിഗതികൾ കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അതിനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഇടയിൽ കയറി സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. വിലയുടെ ട്രെൻഡുകൾ. ക്ഷമിക്കണം. നിങ്ങൾ 99, 2000 എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരിയാണ്. അപ്പോൾ ശരി, തുടർന്നോളൂ. അതെ, പക്ഷെ നിങ്ങൾക്കറിയാമോ, പക്ഷെ അതിനു മുൻപ് ബബിൾ അതിൻ്റെ ഉന്നതിയിലെത്തിയപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു 50%, 100% വർധനവ് കിട്ടി നമ്മൾ ഇന്ന് നിൽക്കുന്നിടത്ത് നിന്ന്. അതെ 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 ചില അളവുകോലുകൾ അനുസരിച്ച്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അത് തർക്ക വിഷയമാണ്. എന്നാൽ പൊതുവെ അമേരിക്കൻ വിപണിയുടെ മൂല്യനിർണ്ണയം, പ്രത്യേകിച്ച് AI സ്റ്റോക്കുകൾ വളരെ വിലയേറിയതാണ്. കൂടാതെ വിലയുടെ ട്രെൻഡുകളും വളരെയധികം നീണ്ടുപോയതാണ്. നിങ്ങൾ അടുത്ത ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയുണ്ട്. ബബിളുകളിൽ ചരിത്രപരമായി സാധാരണയായി വിലകൾ പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 10 മുതൽ 15 വർഷ കാലയളവിനുള്ളിലോ ഏകദേശം 10 മടങ്ങ് ഉയരാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അതൊരു അത്ഭുതകരമായ സ്ഥിതിവിവര കണക്കാണ്. നിങ്ങൾ കണ്ടെത്തി പലിശ നിരക്കുകൾ മാറുന്നതുവരെ AI ബബിൾ വീർക്കുമെന്ന്. പക്ഷേ അതിനു പുറമെ അമിതമായ മൂല്യനിർണ്ണയവുമുണ്ട്. പ്രധാന ബബിളുകളിൽ 10 വർഷം കൊണ്ട് വില 10 മടങ്ങ് വർദ്ധിക്കും. അതെ, പിന്നെ വർഷം തോറും നിങ്ങൾ അത് കാണുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പതിറ്റാണ്ടിന് പുറകെ പതിറ്റാണ്ടായി. ബബിളിന് പുറകെ ബബിൾ. അതിലെ ബബിളിന് പ്രധാന ബബിളുകളിൽ അതെ യുദ്ധാനന്തര ചരിത്രത്തിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതെ, അതാണ് സാധാരണ പ്രവണത. അതുകൊണ്ട് ഞാൻ പറയും. പിന്നെ അവസാനത്തെ കാര്യം, US ടെക് ഇപ്പോൾ 10 വർഷം. അതെ, കൂടാതെ അത് 10 മടങ്ങാണ്. അതെ, 10 വർഷത്തിൽ അല്പം കൂടുതൽ. പക്ഷെ ഞാൻ കരുതുന്നത്, അപ്പോൾ മുഴുവൻ പ്രശ്നവും ഇതാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബബിളാണോ എന്ന് വിശകലനം ചെയ്യാൻ ഞാൻ നോക്കുന്ന 4 ഓകളുണ്ട്. അപ്പോൾ ഇതാണ് അമിത മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗം. പിന്നെ നിങ്ങൾ അമിത നിക്ഷേപം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ, കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ധാരാളം നിക്ഷേപം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് അമേരിക്കയിൽ GDPയുടെ ഒരു പങ്കെന്ന നിലയിൽ ടെക് നിക്ഷേപം ഏകദേശം 6%. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായിരുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ വലുതാണ്. പിന്നെ മൂന്നാമത്തെ പ്രവണത നിങ്ങൾക്കറിയാമോ? ഞാൻ കണ്ടെത്തിയത് മൂന്നാമത്തെ O ആണ്
പ്രവണതയല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന്. കൂടാതെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായ ഒരു സ്ഥിതിവിവര കണക്കാണ്. ഇന്ന് കൂടുതൽ അമേരിക്കക്കാർ സ്റ്റോക്കുകൾ സ്വന്തമാക്കുന്നു. അതെ, അവർക്ക് സ്വന്തമായി വസ്തുവകകൾ ഉള്ളതിനേക്കാൾ. അത് അതിശയകരമാണ്. അത് നോക്കൂ, അമിതമായ ഉടമസ്ഥാവകാശം. അമേരിക്കക്കാർക്ക് മാത്രമേ വസ്തുവകകളെക്കാൾ കൂടുതൽ സമ്പത്തും സ്റ്റോക്കുകളും സ്വന്തമായിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അത് ഇത് ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശരി അല്ലേ? കൂടാതെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതുപോലെയൊന്നുമില്ല. അമേരിക്കയിൽ 30% പേർക്ക് വസ്തുവകകളും 32% പേർക്ക് സ്റ്റോക്കുകളും സ്വന്തമായുണ്ട്. ചൈന 55-11. അതെ, ഇത് നിങ്ങളുടെ എത്ര സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, എത്ര പ്രോപ്പർട്ടിയിലുണ്ട് എന്നതിൻ്റെ അളവാണ്. അതെ, ഇപ്പോൾ സാധാരണയായി നിങ്ങളുടെ ആസ്തിയുടെ ഭൂരിഭാഗവും നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും നിങ്ങളുടെ പേരിലുള്ള വസ്തുവകകളിലുമായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ശരി. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ കാണുന്നത് വാവ്, ആളുകൾക്ക് അവരുടെ പ്രോപ്പർട്ടി മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ആസ്തി സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഉള്ളത്. അത് ഗംഭീരമായിരിക്കുന്നു. കൂടാതെ ഇന്ത്യ, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾക്കറിയാമല്ലോ, ഡാറ്റ വളരെ വ്യത്യസ്തമാണ്. അതെ, കൂടുതൽ നിക്ഷേപങ്ങളും ഇപ്പോഴും പ്രോപ്പർട്ടിയിലാണ്. അങ്ങനെയാണ് വേണ്ടതും. കാരണം അതാണ് നിങ്ങളുടെ പ്രധാന ഉപയോഗം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ചൈനയിലും യൂറോപ്പിലും ഇന്ത്യയിലും ആളുകളുടെ സമ്പത്തിന്റെ 50%-ലധികവും പ്രോപ്പർട്ടിയിലാണ്. അതെ, കൂടാതെ 11, 16, 7% മാത്രമാണ് ഓഹരികളിലുള്ളത്. അതെ, അമേരിക്കയിൽ 30% പ്രോപ്പർട്ടിയിലും 32% ഓഹരികളിലുമാണ്. അതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ട്? അതെ, കാരണം എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ ഒരുപാട് ആളുകൾക്ക് ട്രേഡിംഗ് ഇഷ്ടമാണ്. അവിടെ ഒരുപാട് റീറ്റെയിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ട്രേഡിംഗ് വോള്യങ്ങൾ നോക്കിയാൽ പോലും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോൾ റീറ്റെയിൽ നിക്ഷേപകരുടേതാണ്. അതുകൊണ്ട് ദിവസം മുഴുവൻ ഓഹരികൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു വലിയ പട തന്നെ അവിടെയുണ്ട്. അപ്പോൾ വീണ്ടും ഇതിന് AI-യുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിൽ ഭൂരിഭാഗവും AI. ശരി. കാരണം അവർ പ്രധാനമായും വാങ്ങുന്നത് ഈ മാഗ് 7 ഓഹരികളിൽ ചിലതോ അല്ലെങ്കിൽ പാലന്റർ പോലുള്ള മറ്റ് AI തീമാറ്റിക് ഓഹരികളോ ആണ്. അപ്പോൾ അവിടെ കൂടാതെ പ്രൈസ് ടു ഏർണിങ്സ്, പ്രൈസ് ടു സെയിൽസ് എന്നിവയുടെ കാര്യത്തിൽ അവ എല്ലാത്തരം അസാധാരണമായ മൂല്യനിർണ്ണയത്തിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, ചിലപ്പോൾ അതിലും ഉയർന്ന നിലയിൽ. അതുകൊണ്ട് അതാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസമാണത്. അതെ, ഇതെനിക്ക് അമിതത്വത്തിൻ്റെ ഒരു സാമൂഹികമായ അടയാളമാണ്. അതെ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമയത്തിൻ്റെ ഇത്രയും ഭാഗം സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ ചെലവഴിക്കുന്നത്? അമേരിക്കയിലെ ഒരുപാട് ചെറുപ്പക്കാർ ഒരു വീട് വാങ്ങുന്നത് മിക്കവാറും ഉപേക്ഷിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത്. അവർ പറയുന്നത്, നിങ്ങൾക്കറിയാമോ, അത് വളരെ ചെലവേറിയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തും ഞങ്ങൾ ചെലവഴിക്കും. ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ അതുപോലെ. എൻ്റെ ദൈവമേ. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം, വീണ്ടും അതിലേക്ക് വന്നാൽ, നിങ്ങൾ അതിൽ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. പലിശ നിരക്കുകൾ കൂടുമ്പോൾ കുമിളകൾ പൊട്ടുന്നു. അതെ, ഞാനൊന്ന് ഒരു തരത്തിൽ ഇവിടെ ഒരു കാര്യം പറയട്ടെ. അതെ, ക്ഷമിക്കണം. അതായത് അതുകൊണ്ട് നമ്മളിവിടെ 4 Oകൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതെ. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, അത് ഇവിടെ എങ്ങനെ ശരിയാകുന്നു എന്ന്. അതായത് നിങ്ങൾക്ക് ഓവർ വാല്യുവേഷൻ ഉണ്ട്. അതെ, നിങ്ങൾക്ക് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ശരി. ഓവർ ഓണർഷിപ്പ് നമ്മളിപ്പോൾ കാണിച്ചതേയുള്ളൂ. ശരി. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. പിന്നെ അവസാനത്തേത് ഓവർ ലെവറേജിന്റെ കാര്യത്തിലാണ്. ശരി. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, അമിതമായ കടം കൊണ്ട്. അതെ. ഇപ്പോൾ ഇവിടെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ കമ്പനികൾ ഇതുവരെ അമിതമായി കടമെടുത്തിട്ടില്ല. എന്നാൽ ആ ചിത്രം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരാദ്യമായി ഒരുപാട് കടമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. അത്ര വേഗത്തിൽ വളരാത്തവയിൽ ചിലത് ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. ഒപ്പമെത്താൻ കടം വാങ്ങാൻ തുടങ്ങുന്നു. AI മത്സരം. ശരി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അവർ ഏകദേശം ഇങ്ങനെയാണ് പറയുന്നത്, ശരി, ഈ AI മോഡലുകൾ നിർമ്മിക്കുന്നതിനായി ചെലവഴിക്കാൻ നമുക്ക് കൂടുതൽ കടം വാങ്ങേണ്ടതുണ്ട്. അതിനാൽ ഞങ്ങൾ കൂടുതൽ കടം വാങ്ങാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാൽ ഇത് ഇതുവരെ ആശങ്കാജനകമല്ല. എന്നാൽ അമിത കടബാധ്യതയുടെ കാര്യത്തിൽ അമേരിക്കയിൽ സർക്കാരിന് അമിത കടബാധ്യതയുണ്ടെന്ന് വാദിക്കാമെങ്കിലും നിങ്ങൾ മറ്റ് 3 Oകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഒരുതരം AI ബബിളിൻ്റെ മുന്നേറിയ ഘട്ടത്തിലാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം അതാണ് അമേരിക്കയിലെ ഓഹരി വിപണിയെയും യഥാർത്ഥത്തിൽ നയിക്കുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലും അതിനെ അമിതമായി മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ട് ഞാൻ കരുതുന്നത് അതിനെ അമിതമായി മുന്നോട്ട് നയിക്കുന്നു. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വരുമാനത്തിൻ്റെ 70 മുതൽ 80% വരെ ഇല്ല,
പക്ഷെ എനിക്ക് ഇന്ത്യയെക്കുറിച്ച് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചൈന AI-യിൽ വളരെ നന്നായി ചെയ്തു, അമേരിക്ക നന്നായി ചെയ്തു, തായ്വാനും നന്നായി ചെയ്തു. ഇന്ത്യ, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് സോഫ്റ്റ്വെയർ പ്രതിഭകളുണ്ട്, നമുക്കിവിടെ എല്ലാമുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും AI ട്രെൻഡിൻ്റെ ഭാഗമായില്ല. എന്തുകൊണ്ട്? അതെ, കഴിയുമോ? ഒരുപാട് വൈകിപ്പോയോ അത്? അതായത് ഞാൻ കരുതുന്നത് ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഡാറ്റാ സെൻറ്ററുകൾക്കായി കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് കാര്യം, അതാണ് പ്രശ്നം. പക്ഷേ സോഫ്റ്റ്വെയർ വശം എനിക്കറിയാം. ടാറ്റ AI-യിൽ $2 ബില്യൺ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇതെല്ലാം എല്ലാവരും അത് ചെയ്യണം, നമ്മളത് നയിക്കണം. എനിക്കറിയാം, പക്ഷേ അല്ല. കാരണം അതൊരു ചരിത്രപരമായ പ്രശ്നമാണ്. ഇന്ത്യൻ കമ്പനികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് പോലുമോ ഗവേഷണത്തിലും വികസനത്തിലും നമ്മൾ അത്രയധികം നിക്ഷേപം നടത്തുന്നില്ല. ഒരു വിഹിതം എന്ന നിലയിൽ R&D ചെലവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. നിങ്ങൾക്കറിയാമല്ലോ നൂതനാശയങ്ങളിലെ മിടുക്കിനെക്കുറിച്ചും മറ്റും. പക്ഷേ നമ്മൾ വലിയ രീതിയിൽ നൂതനാശയങ്ങൾ കണ്ടുപിടിക്കുന്നവരുടെ ഒരു രാജ്യമല്ല, നമ്മൾ കാര്യക്ഷമമാക്കുന്നവരുടെ ഒരു രാജ്യമാണ്. നമ്മൾ ഒരുവിധം കഴിഞ്ഞുകൂടാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നവരുടെ ഒരു രാജ്യമാണ്. പക്ഷേ GDP-യുടെ ഒരു വിഹിതം എന്ന നിലയിൽ R&D ചെലവ് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ കുറവാണ്. ഇന്ത്യ ഇപ്പോഴും വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളെയെല്ലാം അപേക്ഷിച്ച്, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ നിന്ന്. അതെ, അത് തന്നെ. R&Dയിൽ ഉള്ളതെന്തായാലും അത് പ്രധാനമായും ഗവൺമെൻറ്റിൻ്റേതാണ്, സ്വകാര്യ മേഖലയുടേതല്ല. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്കയാണ്. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് സംഭവിക്കേണ്ടത് എന്ന്. അതിലേക്ക് കടക്കാൻ AI രംഗത്ത് അതെ, നമുക്ക് ശരിക്കും AI-യിൽ മുൻനിരക്കാരാകാമായിരുന്നു. പിന്നെ ശരിക്കും കഴിഞ്ഞ വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് മോശം പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ഒരു കാരണം അതും കൂടിയാണ്. കാരണം AI അത്രയും വലിയൊരു തീമായിരുന്നു. ശരി. കൂടാതെ AI-യെക്കുറിച്ച് നമ്മുടെ കയ്യിലൊന്നുമില്ല, അഥവാ വിദേശ നിക്ഷേപകർക്ക് ജോലികൾ നഷ്ടപ്പെടാമെന്നും ഔട്ട്സോഴ്സിംഗ് ഭീഷണിയിലാകാമെന്നും തോന്നുന്നതുകൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു രാജ്യമായി അവർ കരുതുന്നുവെങ്കിൽ. ശരി. അതുകൊണ്ട് അതാണ് സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതെ. ഇനി ആ ബബിളിൻ്റെ കാര്യത്തിലേക്ക് തിരികെ വരാം. അതെ, വീണ്ടും പലിശ നിരക്ക് ഉയർത്തുമ്പോൾ ബബിളുകൾ എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. മറ്റൊരു 10 വർഷം, അതൊരു 10 വർഷത്തെ പോയിന്റാണ് സർക്കാരുകൾ പലിശ നിരക്ക് ഉയർത്തുന്നത്. അത് നോക്കൂ, 1929. അതെ, അവർ പലിശ നിരക്ക് ഉയർത്തി. പക്ഷേ ഇതെല്ലാമാണ് ആ ബബിളുകൾ. 73, 80, 89, 94. ഓരോ തവണയും അത് ഏകദേശം 10 വർഷമായിരുന്നു. ഓഹരി വില 10 മടങ്ങ് ഉയരുകയും പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ കണ്ടെത്താൻ എന്തൊരു സംയോഗം. അതെ, എനിക്ക് തോന്നുന്നത് കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ 2ാം തവണയും നന്നായി ചെയ്തിരിക്കുന്നു. ഇല്ല, ഇവിടുത്തെ ആളുകൾ എന്നോട് എപ്പോഴാണ് ഈ ബബിൾ പൊട്ടുക എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊരു അവസാനമില്ല, അതിലൊരു ശാസ്ത്രീയതയുമില്ല. അതെ അല്ലേ? കാരണം ഞാൻ പറഞ്ഞതുപോലെ അത് ഇന്ന് നിങ്ങൾക്കറിയാമോ, മൂല്യനിർണ്ണയങ്ങൾ വളരെ വലുതാണ്. പക്ഷേ ഈ കുമിള കൂടുതൽ വീർക്കുന്നതിൽ നിന്ന് എന്താണ് തടയുന്നത്? എന്തുകൊണ്ട് NVIDIAയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ചില AI സ്റ്റോക്കുകൾക്കോ നിങ്ങൾക്കറിയാമോ ഇവിടെ നിന്ന് കൂടുതൽ ഉയരാൻ കഴിയില്ല? ഞാൻ നടത്തിയ ചരിത്രപരമായ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഒരു കുമിള എപ്പോൾ പൊട്ടുമെന്നറിയാനുള്ള ഒരേ ഒരു മാർഗം പലിശ നിരക്കുകൾ ഉയർന്നു തുടങ്ങുമ്പോഴാണ് എന്നതാണ്. അതായിരുന്നു മരണമണി. അത് വളരെ രസകരമാണ്. ഓരോ കുമിളയുടെയും. അതുകൊണ്ട് പലിശ നിരക്ക് ഉയരുന്നതുവരെ ഈ കുമിള ഇനിയും വീർക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ചെറുതായി വിഷയത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ, ഇതിനെല്ലാം ഇടയിൽ സ്വർണത്തിൻ്റെ കാര്യം എന്താണ്? അത് കുതിച്ചുയരുകയാണ്. അതെ, പക്ഷേ ഞാൻ കരുതുന്നത് ഇതാണ് പ്രശ്നം. അതായത് നമ്മൾ നിങ്ങളുടെ ഷോയിൽ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അതെ, ഞാൻ എപ്പോഴും ഈ ദശാബ്ദത്തിലെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. ശരി. സ്വർണവും ബിറ്റ്കോയിനും ഡോളറിനെതിരെയുള്ള നല്ല നീക്കങ്ങളാണെന്ന് ഞാൻ എപ്പോഴും കരുതിയിരുന്നു. അതായത് ഡോളറിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ശുഭപ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. സ്വർണവും ബിറ്റ്കോയിനും അതിന്റെ 2 ഗുണഭോക്താക്കളാകാൻ കഴിയുമെന്ന് ഞാൻ കരുതി. ശരി. എനിക്കിപ്പോൾ അല്പം ആശങ്കയുണ്ട്. സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, നിങ്ങൾക്കറിയാമോ, ഏകദേശം കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഇന്നത്തെ സ്വർണം ഒരു സുരക്ഷിത താവളം പോലെ പെരുമാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പെരുമാറുന്നത് നിങ്ങൾക്കറിയാമോ, ഒരുതരം കുമിളയുടെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ്. അതിന് കാരണം ആളുകൾ സ്വർണത്തിൽ ഒരുപാട് പണം നിക്ഷേപിക്കുന്നു. എനിക്ക് സ്വർണം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സുരക്ഷിതമായ സവിശേഷതകൾ കാരണമാണ്. ശരി. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സ്ഥിരതയുള്ള ആസ്തി. അത് കാലക്രമേണ സ്ഥിരമായി ഉയരുന്നു, മൂല്യം സംരക്ഷിക്കുന്നു.
പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ കരുതുന്നത്, പുറത്ത് ഇത്രയധികം പണലഭ്യത ഉള്ളതുകൊണ്ടാണ് സിസ്റ്റത്തിൽ അത്രയധികം പണം ഒഴുകി നടക്കുന്നു. കൂടാതെ മിക്ക ആളുകൾക്കും തോന്നുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ നമ്മളെ രക്ഷിക്കും, അതിനാൽ നമുക്ക് ഒരുപാട് ഊഹക്കച്ചവടം നടത്താം എന്നാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇത്രയധികം ആസ്തികൾ ഒരേ സമയം ഉയരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. സ്വർണവും സ്റ്റോക്കുകളും ഈ രീതിയിൽ ഒരുമിച്ച് ഉയർന്നിട്ടില്ല. ശരി. ചരിത്രപരമായി സംഭവിക്കുന്നത് എന്തെന്നാൽ ഒന്നോ അല്ലെങ്കിൽ മറ്റേതോ. ശരി. അതായത് അവ ഒരുതരം ഹെഡ്ജായി പ്രവർത്തിക്കുന്നു. സ്റ്റോക്കുകൾ ഒരുപാട് ഉയർന്നാൽ സ്വർണം സാധാരണയായി മോശം പ്രകടനം കാഴ്ചവെക്കും. ശരി. സ്വർണത്തിൻ്റെ വില ഒരുപാട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് സാധാരണയായി മോശം സമയങ്ങളിൽ, അല്ലേ? കാരണം ആളുകൾ ഒരുതരം ഹെഡ്ജ് ആഗ്രഹിക്കുന്നു. അതെ, കാരണം സ്റ്റോക്കുകൾ താഴോട്ട് പോയി, ആളുകൾ നീങ്ങിയിരിക്കുന്നു. സ്റ്റോക്കുകൾ താഴോട്ട് പോയി, പിന്നെ അത്രയേ ഉള്ളൂ. ഇത്തവണ വളരെ അസാധാരണമായ കാര്യം എന്തെന്നാൽ സ്വർണവും സ്റ്റോക്കുകളും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് എന്നതാണ്. അതുകൊണ്ട് എനിക്കിത് അർത്ഥമാക്കുന്നത് എപ്പോഴെങ്കിലും പലിശ നിരക്ക് ഉയർന്നാൽ അത് സ്വർണത്തിനും നെഗറ്റീവായേക്കാം എന്നാണ്. എന്നാൽ തൽക്കാലം ഇവ രണ്ടും ആയിരിക്കുന്നിടത്തോളം കാലം പോകുന്നു, ഒരുമിച്ച് പെരുമാറുന്നു, എല്ലാവർക്കും സന്തോഷം തോന്നുന്നു. പക്ഷേ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വാർത്തയാണ്. കാരണം വീടുകളിലും രാജ്യം മൊത്തത്തിലും നമ്മുടെ കയ്യിൽ ധാരാളം സ്വർണമുണ്ട്. അതുകൊണ്ട് സ്വർണ്ണവില കൂടുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ അടിത്തറ വർദ്ധിപ്പിച്ചു. കൂടാതെ അതൊരു സമ്മിശ്ര പ്രതികരണമാണ്. കാരണം നമ്മളത് ഒരുപാട് ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വാങ്ങണം. അതെ, കാരണം നമ്മൾ ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾ സ്വർണം പണമാക്കി മാറ്റാൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? കാരണം അതെ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വെൽത്ത് ഇഫക്റ്റ് ലഭിക്കുന്നത്? നിങ്ങളത് പണമാക്കി മാറ്റാൻ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് വെൽത്ത് ഇഫക്റ്റ് ലഭിക്കും. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ സ്വർണം പൂഴ്ത്തിവെക്കുന്നു. കൂടാതെ വാസ്തവത്തിൽ ഇന്ത്യയിലെ മിക്ക ആളുകളും അസ്വസ്ഥരാണ്. വൈകാരികമാണ്. അവരിപ്പോഴും കല്യാണങ്ങൾക്കും മറ്റുമായി പുതിയ സ്വർണം വാങ്ങുന്നു. അതുകൊണ്ട് മിക്ക ആളുകളും അത്ര സന്തുഷ്ടരല്ല. നിങ്ങൾ സ്വർണത്തിൻ്റെ ഒരു ഉപഭോക്താവാണെങ്കിൽ, നിങ്ങൾ സ്വർണത്തിലും വെള്ളിയിലും മറ്റു കാര്യങ്ങളിലും ഒരുതരം ഊഹക്കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. എന്നാൽ ഉപയോക്താക്കൾക്ക് അത് അത്ര മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് ഇത് കുതിച്ചുയരുന്ന രീതി വെച്ച് പലരും പറയും, ശരി, സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നല്ല സമയമാണ്. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് ഇതൊരു ചെറിയ ബബിൾ സാഹചര്യത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും അമിത വിലയാണെന്നും പലിശ നിരക്കുകൾ അതിനെയും ബാധിക്കുമെന്നും. അതെ, ഞാൻ കരുതുന്നത് ഇത്തവണ നിങ്ങൾക്കറിയാമോ, ഇതൊരു ചെറിയ ആശങ്കാ വിഷയമായി മാറും. അതായത് പലിശ നിരക്ക് ഉയരുകയും സ്റ്റോക്കുകൾ താഴുകയും ചെയ്യുകയാണെങ്കിൽ അത് സ്വർണത്തെയും ദോഷകരമായി ബാധിക്കും എന്നതാണ് എൻ്റെ ഭയം. ഞാൻ ഇതിനെപ്പറ്റി വളരെ ശുഭപ്രതീക്ഷയിലായിരുന്നെങ്കിലും ശരി, നിങ്ങൾക്കറിയാമോ ഒരുപാട് കാലമായി. അതെ, പക്ഷേ ഒരു പക്ഷേ ഒരു പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന് നിങ്ങൾ കാണുന്നു. അതെ, അത് അപകടകരമായ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നർത്ഥത്തിൽ. അവിടെ എനിക്കെങ്കിലും തോന്നുന്നു, എനിക്ക് അതിൽ പുതിയ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ചെങ്കിലും ആശങ്കയുണ്ട്. എനിക്ക് ഇതിനകം അതിൽ കുറച്ച് മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പോലും. ശരി, എന്തായാലും നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് സ്വർണമുണ്ട്. ഓക്കെ, അവിടെയുണ്ട്. നിങ്ങളുടെ രണ്ടാമത്തെ പ്രവചനം എ, അമേരിക്കയിലെ വാങ്ങൽ ശേഷി പ്രതിസന്ധി എന്ന് വിളിക്കപ്പെടുന്നതാണ്. അത് ട്രംപിന് താല്പര്യമില്ലെങ്കിലും പലിശ നിരക്കുകൾ ഉയരാൻ നിർബന്ധിതമാക്കുന്നു. നമുക്ക് അതിലേക്ക് കടക്കാം. അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിനായി 30% കൂടുതൽ നൽകുന്നു. 5 വർഷം മുൻപ് അവർ നൽകിയിരുന്നതിനേക്കാൾ. താങ്ങാനാവുന്ന വില. ഉപഭോക്തൃ വിലകൾ മൊത്തത്തിൽ 22% മാത്രം ഉയർന്നു. എന്നാൽ ഭക്ഷണവിലകളും ഭവനവിലകളും, അതിലാണ് അവർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം ചെലവഴിക്കുന്നത്. താങ്ങാനാവുന്ന വില 30%. അതെ, അതുകൊണ്ട് അമേരിക്കയിലെ യഥാർത്ഥ പ്രശ്നം ഇതാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ട്രംപിൻ്റെ അംഗീകാര റേറ്റിംഗ് കുറയ്ക്കുന്നതിന് യഥാർത്ഥത്തിൽ കാരണമായ ഒന്നാമത്തെ പ്രശ്നം അമേരിക്കയിലെ പണപ്പെരുപ്പം പലർക്കും ഇപ്പോഴും വളരെ കൂടുതലാണ് എന്ന വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, അതുപോലെ അവർ വാങ്ങുന്ന അടിസ്ഥാന സാധനങ്ങൾ, പലചരക്ക്, ഭക്ഷണം എന്നിവയ്ക്ക് വില കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഈ കാലയളവിൽ വൈദ്യുതി വില 40% വരെ ഉയർന്നു. ഭാഗികമായി AI കാരണമാണ്. 40%? പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമോ ചില പ്രദേശങ്ങളിൽ അവർ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ, പ്രത്യേകിച്ച് വെർജീനിയ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടെ ധാരാളം ഡാറ്റാ സെന്ററുകൾ വന്നിട്ടുണ്ട്. ശരിയാണ്. അതുകൊണ്ട് അതാണ് യഥാർത്ഥ ആശങ്കയെന്ന് ഞാൻ കരുതുന്നു. അതായത് ഭക്ഷണ വിലകളും മറ്റ് വിലകളും ഇപ്പോഴും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, അതുപോലെ കഴിഞ്ഞ വർഷം ആ വിലകളുടെ വർധനവ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിലെ പണപ്പെരുപ്പം ഇപ്പോഴും 3%-നടുത്താണ്.
ഇത്രയും ഉയർന്ന പണപ്പെരുപ്പത്തിൽ അമേരിക്ക വളരെ കാലമായി ജീവിച്ചിട്ടില്ല. 3% എന്നത് സാധാരണമാണ്. എന്നാൽ ഭക്ഷണത്തിനും ഭവനത്തിനുമുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് ഏകദേശം. അതെ, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സംഭവിച്ചത് അതാണ്. അതെ അതെ, വെറും 5.5 വർഷം. 5 വർഷം. അതെ. അമേരിക്കയിൽ വാർഷിക പണപ്പെരുപ്പം 3% കൂടാതെ 2% ലക്ഷ്യം. ഇപ്പോൾ അമേരിക്കയ്ക്ക് തുടർച്ചയായി 55 മാസമായി ആ 2% എന്ന ലക്ഷ്യം കൈവരിക്കാനായില്ല. അതിനാൽ കാലക്രമേണ അത് കൂടിക്കൂടി വരാൻ തുടങ്ങുന്നു. ശരിയാണ്. പണപ്പെരുപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൽ ആശങ്കയുണ്ട്. പണപ്പെരുപ്പം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കാര്യമായി കുറയാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അത്ര നല്ല മതിപ്പില്ല. അത് ട്രംപിൻ്റെ അംഗീകാര നിരക്കിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതെ, കൂടാതെ അദ്ദേഹം ഇപ്പോൾ കൂടുതൽ പണം വിതരണം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് വ്യക്തമായും ഗവൺമെന്റിനെതിരെ വളരെ മോശമായ ഒരു പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്ന പ്രശ്നവും അതാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു റിസ്ക് എഫക്റ്റ് ഉണ്ട്. പലിശ നിരക്കുകൾ കുറയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് താഴോട്ട് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ഭയം ആളുകളെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം കൂടുതൽ പണം ചെലവഴിച്ചാൽ അമേരിക്കയിലെ പലിശ നിരക്കുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തവ, ഉയരാൻ സാധ്യതയുണ്ട് എന്നതാണ്. അദ്ദേഹം ഒരുതരം നിയമിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഫെഡിൽ സൗഹൃദമുള്ളവരെ നിയമിക്കുകയും പലിശ നിരക്കുകൾ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദീർഘകാല പലിശ നിരക്കുകൾ ഉയരാൻ തുടങ്ങിയേക്കാം. അതെ, ഫെഡിലുള്ള വിശ്വാസ്യത അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. അപ്പോൾ അത് ആശങ്കകളിലൊന്ന്. കൂടാതെ ഇപ്പോൾ വളരെ രസകരമായ കാര്യം എന്തെന്നാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വാസ്തവത്തിൽ പലിശ നിരക്കുകൾ, പ്രത്യേകിച്ച് ദീർഘകാല പലിശ നിരക്കുകൾ അതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ താങ്ങാനാവുന്ന പ്രതിസന്ധി, വില വർദ്ധിക്കുന്നത് അടിസ്ഥാനപരമായി വിപണിയിൽ അധിക പണമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഫെഡോ അല്ലെങ്കിൽ റിസർവ് ബാങ്കുകളോ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത് ലോകമെമ്പാടും സംഭവിക്കുന്നുണ്ട്. ജപ്പാനിൽ ഗണ്യമായി കൂടി. കൊറിയ, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ പലിശ നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതെ, അമേരിക്ക ഭക്ഷണത്തിലെ ഈ 30% വർധനവ് ഉണ്ടായിട്ടും അദ്ദേഹം അത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അത് ശരിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന് ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത് ഒരു ഡെവലപ്പർ എന്ന നിലയിൽ നിന്ന് വരുന്നതാവാം. നിങ്ങൾക്കറിയാമല്ലോ സാമ്പത്തിക സഹായത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. ശരിയാണ്. പക്ഷെ പ്രശ്നം എന്തെന്നാൽ ഒരുപാട് ആളുകളെ പണപ്പെരുപ്പം വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ജപ്പാനായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് എന്തെന്നാൽ ശരി, ജപ്പാൻ വർഷങ്ങളായി പണച്ചുരുക്കത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. ശരി. ഇപ്പോൾ ജപ്പാനിൽ പലിശ നിരക്കുകൾ ഉയരുകയാണ്. കാരണം അവിടുത്തെ പണപ്പെരുപ്പം ഒരു തരത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. കൂടാതെ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ ഒരുപാട് ഉയർത്താൻ മടിച്ചു നിൽക്കുകയാണ്. അവർക്ക് ഒരുപാട് കടവുമുണ്ട്. അതിനാൽ ജപ്പാനിൽ പലിശ നിരക്കുകൾ ഒരുപാട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രശ്നമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അമേരിക്കയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ പലിശ നിരക്കുകൾ ഉയർത്താൻ കാരണമാകും. അതെ, എനിക്കങ്ങനെ തോന്നുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ 2 ട്രെൻഡുകൾ അല്ലേ. അതായത് AI ബബിളിനെ ഇപ്പോഴും ധാരാളം ലിക്വിഡിറ്റി പിന്തുണയ്ക്കുന്നു. അത് ഇനിയും പെരുകിക്കൊണ്ടിരിക്കാം. ശരി. എന്നാൽ പലിശ നിരക്കുകൾ ഉയർന്നേക്കാം എന്ന കാര്യം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വർഷാവസാനത്തോടെ. കാരണം ഈ പണപ്പെരുപ്പം തുടരുന്നു. ഇത് ഒടുവിൽ ആ ബബിളിനെയും ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായും മറ്റൊരു കാരണം കൊണ്ട് പലിശ നിരക്കുകൾ ഉയർന്നേക്കാം. അത് ആ ബബിൾ പൊട്ടാൻ കാരണമായേക്കാം. അതെ, ഒടുവിൽ അതെ, ആ ബന്ധം വളരെ പ്രധാനമാണ്. അതെ. ഇപ്പോൾ 2026 നിങ്ങളുടെ 3ാമത്തെ പ്രവചനം അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ മറികടക്കുമെന്നും US ഹോട്ട് മണിയെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അത് എന്നത്തെക്കാളും കൂടുതലാണെന്നുമാണ്. അമേരിക്കയിലേക്ക് എത്ര വിദേശ പണം വരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 1.7 ട്രില്യൺ വരെ ഉയർന്നിട്ടുണ്ട്. അതായത് അത് ശരിക്കും കുതിച്ചുയർന്നു. അതെ, അടുത്തിടെ. പക്ഷേ അതിൻ്റെ കറണ്ട് അക്കൗണ്ട് കമ്മി 1.3 ട്രില്യണായി കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ട് അത് മറച്ചു വെക്കുകയാണ്. കമ്മി ഹോട്ട് മണി കൊണ്ട് മറച്ചു വെക്കുകയാണ്. ശരി, കൃത്യമായി. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇത് വളർന്നു വരുന്ന വിപണികളിൽ നമ്മൾ കാണുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. അതായത് നിങ്ങൾ ഒരു തരത്തിൽ ശരിയാണ്, നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് കമ്മി ഉണ്ടാകുന്നു. അതാണ് ഒരു കറണ്ട് അക്കൗണ്ട് കമ്മി. അതെ, അതായത് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അതെ.
പക്ഷേ നിങ്ങളതിന് പണം കണ്ടെത്തുന്നു എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? അമേരിക്കയ്ക്ക് GDPയുടെ ഏകദേശം 3% മുതൽ 4% വരെ കറണ്ട് അക്കൗണ്ട് കമ്മിയുണ്ട്. അതിൻ്റെ വലിയൊരു ഭാഗത്തിനും നിങ്ങൾ പണം കണ്ടെത്തുന്നത് നിങ്ങൾക്കറിയാമോ? ആളുകൾ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിലൂടെയും അവിടേക്ക് വരുന്ന ഹോട്ട് മണി ഫ്ലോകളിലൂടെയുമാണ്. ഇനി നാളെ എന്തെങ്കിലും കാരണത്താൽ ഈ വിദേശികൾക്ക് അമേരിക്കയോടുള്ള ഈ ആവേശം കുറയുകയും AI കുതിപ്പ് ഒരല്പം മങ്ങുകയും ചെയ്താൽ, കാരണം ഇതിൽ ഭൂരിഭാഗവും AI നിക്ഷേപങ്ങളിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് കമ്മിക്ക് എന്ത് സംഭവിക്കും എന്നതായിരിക്കും ആശങ്കയെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ശരിയാണ്. അതാണ് എൻ്റെ പ്രധാന ആശങ്ക. കൂടാതെ ഹോട്ട് മണി, അതെ, അതിന് അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയും. അതും നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്താണ്. അതുകൊണ്ട് നിങ്ങളും ലോകം അമേരിക്കയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. അന്താരാഷ്ട്ര വിപണികൾ ഇപ്പോഴും US-നേക്കാൾ വളരെ വില കുറഞ്ഞതാണ്. ഉദാഹരണത്തിന് ലോക വിപണികൾ, അന്താരാഷ്ട്ര വിപണികൾ അമേരിക്കയേക്കാൾ ശതമാനക്കണക്കിൽ വളരെ വില കുറഞ്ഞതാണ്. വളർന്നു വരുന്ന വിപണികൾക്ക് ഇതിലും വില കുറവാണ്. ഏകദേശം 40% വിലക്കുറവ്. ഇന്ത്യ അത്രയ്ക്കില്ല. അമേരിക്കൻ വിപണിയേക്കാൾ ഏകദേശം 5% മാത്രം വിലക്കുറവ്, അല്ലെങ്കിൽ അതിലും കുറവാണ്. പക്ഷേ ലോക വിപണികൾക്ക് അമേരിക്കയേക്കാൾ വളരെ വില കുറവാണ്. അതെ. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്തെന്നാൽ, അമേരിക്കയുടെ കമ്മി നികത്തുന്നത് ഹോട്ട് മണി ഫ്ലോകളിലൂടെയാണ്. അതിലെന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ ഡോളർ ഒരുപാട് ദുർബലമായേക്കാം. കാരണം നിങ്ങൾക്കറിയാമോ, ആ പൊരുത്തക്കേട് സംഭവിച്ചാൽ സാധാരണയായി ഡോളർ ദുർബലമാകുമ്പോൾ അന്താരാഷ്ട്ര വിപണികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അതാണ് ചരിത്രപരമായ പ്രവണത. വാസ്തവത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ മികച്ച പ്രകടനം ഈ വർഷം 2025 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയാം ഇതിനകം സംഭവിച്ചു. കാരണം ഡോളർ ദുർബലമാവുകയായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഡോളറിൻ്റെ ബലഹീനത ത്വരിതഗതിയിലാകാം. പിന്നെ ഇവിടുത്തെ കാര്യം എന്തെന്നാൽ, അന്താരാഷ്ട്ര വിപണികൾ ഇപ്പോഴും US-നേക്കാൾ വളരെ വില കുറഞ്ഞാണ് വ്യാപാരം ചെയ്യുന്നത്. അതിനാൽ US-നെ അപേക്ഷിച്ച് അവയ്ക്ക് ഉയർന്നു പോകാൻ ധാരാളം സാധ്യതകളുണ്ട്. ശരി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് രസകരമായ കാര്യം, അത് അമേരിക്കയേക്കാൾ വെറും 2% മാത്രം വില കുറവാണ് എന്നതാണ്. അതെ, മറ്റ് രാജ്യങ്ങൾ 30%, 40% ആയിരിക്കുമ്പോൾ നമ്മൾക്ക് അതിനേക്കാൾ വളരെ വില കൂടുതലാണ്. ലോക വിപണികളെക്കാളും. അതെ, അതുകൊണ്ടാണ് വളർന്നു വരുന്ന വിപണികൾ. അതുകൊണ്ടാണ് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ പണം നിക്ഷേപിക്കാൻ കൂടുതൽ മടിയുള്ളത്. കാരണം നമ്മൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ വില കൂടിയവരാണ്. അതെ, അമേരിക്ക ഒഴികെ. അവിടെ നമ്മൾക്ക് വെറും 2% മാത്രമേ വില കുറവുള്ളൂ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് കിട്ടണം വളരെയധികം വരുമാന വളർച്ചയും മറ്റു കാര്യങ്ങളും തിരികെ വരണം. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനും നമ്മുടെ കൈവശമുള്ള മൂല്യനിർണ്ണയങ്ങളെ ന്യായീകരിക്കാനുമുള്ള അടിസ്ഥാന ഘടകങ്ങൾ. അമേരിക്കയുടെ മൂല്യനിർണ്ണയങ്ങൾ ഇന്ന് ന്യായീകരിക്കപ്പെടുന്നത് AI ബൂം കാരണമാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ കൂടുതൽ ആകർഷകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് യൂറോപ്പ്, ജപ്പാൻ പോലും എന്നാൽ വളർന്നു വരുന്ന ധാരാളം വിപണികൾ. അതെ, നമ്മൾ ചർച്ച ചെയ്തതുപോലെ ലാറ്റിൻ അമേരിക്കയും അതുപോലുള്ളവയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാഴ്ചപ്പാടിലെങ്കിലും വളരെ നന്നായി പോകുന്നുണ്ട്. ശരിയാണ്. അമേരിക്കയെ അപേക്ഷിച്ച് അവ പെട്ടെന്ന് കൂടുതൽ ആകർഷകമായിരിക്കുന്നു. അതെ, ശരി. എങ്കിൽ നിങ്ങളുടെ 10ൽ 4-ാമത്തെ പ്രവചനം ഗുണമേന്മ വീണ്ടും തിളങ്ങും എന്നതാണ്. 2025 ഗുണമേന്മയുള്ള ഓഹരികൾക്ക് ഒരു മോശം വർഷമായിരുന്നു. അവയുടെ ആപേക്ഷിക വരുമാനം 9.6% നെഗറ്റീവ്. ഗുണമേന്മയുള്ള ഓഹരികൾ മറ്റാരേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അതെ, കാലക്രമേണ നോക്കിയാൽ ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ സാധാരണയായി വിപണിയിലെ മറ്റുള്ളവയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഇനി എന്താണ് ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ? അതെ, എന്താണവ? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അതെ, ലോകത്തിലെ എല്ലാ സ്റ്റോക്കുകളിലും ഏകദേശം 1/5 സ്റ്റോക്കുകൾ ഗുണമേന്മയുള്ള സ്റ്റോക്കുകളായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഇവ ആഗോള മാനദണ്ഡങ്ങളാണ്. പ്രധാനമായും 3 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, അവയുടെ ലാഭക്ഷമതയാണ്. ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾക്ക് സാധാരണയായി കൂടുതൽ ലാഭക്ഷമതയുണ്ടാവാറുണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊണ്ട് അളക്കുമ്പോൾ. കൂടാതെ മറ്റ് അളവുകോലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ. എനിക്കൊരു ക്വാളിറ്റി സ്റ്റോക്കിന്റെ ഉദാഹരണം തരൂ. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ മാഗ്നിഫിസന്റ് 7-ലെ ചിലതിൻ്റെ കാര്യത്തിലെ പോലെ. ശരി, അതെ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അവയിൽ മിക്കതും ക്വാളിറ്റി സ്റ്റോക്കുകളായി കണക്കാക്കപ്പെടുന്നു. അതെ. അവിടെ
എന്നാൽ അതുകൂടാതെ നിങ്ങൾക്കറിയാമല്ലോ ചില പ്രതിരോധ കമ്പനികളുണ്ട്. ലോക്ഹീഡ് മാർട്ടിൻ. ചരിത്രപരമായി അങ്ങനെ ചെയ്തിട്ടുള്ള ചരിത്രപരമായി അത് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ക്വാളിറ്റി സ്റ്റോക്കുകൾ കൂടുതൽ ലാഭകരമാവാനുള്ള പ്രവണതയുണ്ട്. അതൊരു മാനദണ്ഡമാണ്. രണ്ടാമത്തെ മാനദണ്ഡം അവയ്ക്ക് കടം കുറവായിരിക്കാനുള്ള പ്രവണതയുണ്ട് എന്നതാണ്. മൂന്നാമത്തേത് അവ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും എന്നതാണ്. അവയുടെ വരുമാനം, അവയുടെ ചാഞ്ചാട്ടം എന്നിവ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്താണെന്നാൽ 2025 ഈ മാഗ്നിഫിസൻറ്റ് 7 സ്റ്റോക്കുകളിൽ ചിലത് താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടും പൊതുവെ ഗുണനിലവാരം കുറഞ്ഞ സ്റ്റോക്കുകൾ അവയ്ക്ക് കടം കൂടുതലാണ്, ലിവറേജ് കൂടുതലാണെന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. പ്രധാനമായും AI ബൂം കാരണം ലാഭകരമല്ലാത്ത ചില ടെക് കമ്പനികൾ അവ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതുകൊണ്ടാണ് ക്വാളിറ്റി സ്റ്റോക്കുകൾ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ടെക് മേഖലയ്ക്ക് പുറത്ത് ക്വാളിറ്റി സ്റ്റോക്കുകൾ 2025 വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചു. അത് അതിശയകരമാണ്. അതെ. അപ്പോൾ ഞാൻ കരുതുന്നു, കൂടാതെ വീണ്ടും ഇതെൻ്റെ വാദത്തിലേക്ക് തിരികെ വരുന്നു. അതായത് നമ്മൾ ഒരു തരം ബബിളിലാണെന്നതിൻ്റെ ക്ലാസിക് സൂചനകളാണ് ഇതെല്ലാം. ശരിയാണ്. അവിടെ ആളുകൾ പറയുന്നത്, ഇല്ല, ഞങ്ങൾ ഗുണനിലവാരത്തെക്കുറിച്ച് അത്രയധികം ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾക്ക് പുതിയ വളർച്ചയുടെ ആവേശം മാത്രം മതി, ഞങ്ങൾ ലാഭക്ഷമതയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, ഭാവിയിൽ എല്ലാം ശരിയാകും. ഇതെല്ലാം നിങ്ങളെപ്പോലുള്ള ജെൻസി കാരണമാണോ? നിങ്ങൾ ജെൻസി ആണ് അല്ലേ? എന്തായാലും അപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് പ്രശ്നം. അതായത് ആളുകൾ പക്ഷെ നിങ്ങൾ പറയുന്നത് ക്വാളിറ്റി വീണ്ടും തിളങ്ങും എന്നാണ്. ഇതൊരു മോശം വർഷം പോലെ. നോക്കൂ, 30 വർഷം ക്വാളിറ്റി സ്റ്റോക്കുകൾ തിളങ്ങിയതിന് ശേഷം അതെ, അവ അടിസ്ഥാനപരമായി മറ്റ് സ്റ്റോക്കുകളേക്കാൾ ഇരട്ടി മികച്ച പ്രകടനം നടത്തി. കഴിഞ്ഞ 30 വർഷത്തിനിടെ അവ 2000% ഉയർന്നു. മറ്റ് സ്റ്റോക്കുകൾ, മാർക്കറ്റിലെ ബാക്കിയുള്ളവ, അതെ, 1200, അതിൻ്റെ പകുതി. അതെ, ഇരട്ടി. എൻ്റെ ദൈവമേ. അതെ. അതിനാൽ ഗുണമേന്മ കാലക്രമേണ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അത് കാലക്രമേണ വർദ്ധിക്കും. പക്ഷേ ഈ വർഷം ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ചരിത്രപരമായി നമുക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളുടെ വർഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം സാധാരണയായി അടുത്ത വർഷം ഗുണമേന്മ ഒരുതരം തിരിച്ചുവരവ് നടത്താറുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ വില കുറഞ്ഞ ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ വാങ്ങുകയാണെങ്കിൽ, അല്ലേ, അത് ടെക് മേഖലയ്ക്ക് പുറത്തുള്ളതാണ്. നിങ്ങൾ ഈ വില കുറഞ്ഞ ഗുണമേന്മയുള്ള സ്റ്റോക്കുകളിൽ ചിലത് വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്കറിയാമോ, ചില കൺസ്യൂമർ സ്റ്റെപ്പിൾ സ്റ്റോക്കുകൾ, ഡിസ്ക്രിഷണറി സ്റ്റോക്കുകൾ, ചില ഫാർമ സ്റ്റോക്കുകൾ എന്നിവയിലാണ് അടുത്ത ഏതാനും വർഷങ്ങളിൽ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ നടത്തുന്ന പ്രവചനം, ഗുണമേന്മ എന്നത്. പ്രത്യേകിച്ച് ടെക് മേഖലയ്ക്ക് പുറത്തുള്ള വില കുറഞ്ഞ ഗുണമേന്മയുള്ള ചില സ്റ്റോക്കുകൾ. അത് 9.6% ഇടിഞ്ഞതിന് ശേഷം ഇത് പറയുന്നത് വളരെ ധൈര്യമുള്ള കാര്യമാണ്. അതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ. അതെ, നമുക്ക് കാണാം എങ്ങനെയെന്ന്. അത് എങ്ങനെ ഫലിക്കുമെന്ന്. അതെ, അവർ പറയുന്നത് പോലെ കാലത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ. അതെ, ശരി. 10ൽ നിങ്ങളുടെ 5ാമത്തേത് ചൈനയെക്കുറിച്ചാണ്. അതെ, അത് എനിക്കും കൂടുതലായി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ പറയുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ദുർബലമായി തുടരുമെന്നും അത് 2 മുഖംമൂടികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ്. ഒന്നാമത്തേത് സാങ്കേതിക വിദ്യയ്ക്ക് പുറത്ത് ചൈനയുടെ വരുമാന വളർച്ച നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിലുള്ള വളർച്ച ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ടെക് സ്റ്റോക്കുകൾക്ക് 13% വർധനവുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും 4%. എന്നാൽ സാങ്കേതിക വിദ്യ ഇതര മേഖലയിൽ -4. എന്തൊരു വ്യത്യാസം! അതിനർത്ഥം ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന്. അതെ, സമ്പദ് വ്യവസ്ഥയിൽ. അതെ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം എൻ്റെ കാഴ്ചപ്പാട് ചൈന വീണ്ടും നിക്ഷേപയോഗ്യമാണ് എന്നതായിരുന്നു. കാരണം ആളുകൾ ചൈനയെക്കുറിച്ച് അമിതമായി അശുഭാപ്തി വിശ്വാസികളായി മാറിയിരുന്നു. ശരി. പക്ഷേ ചൈനയിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ചൈനയിലെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനം അത്ര മികച്ചതല്ല. ചൈനയിലെ വളർച്ചയുടെ ഒരു വലിയ ചാലകശക്തിയായിരുന്ന പ്രോപ്പർട്ടി മാർക്കറ്റ്, ശരി, അതെ, തകർന്നടിഞ്ഞു. അതുകൊണ്ട് വാസ്തവത്തിൽ ചൈനയിലെ പ്രോപ്പർട്ടി വിലകൾ തകരുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ആ വേഗത വർദ്ധിക്കുകയും ചെയ്തു. അത് പരിഹരിക്കാൻ വളരെ പ്രയാസമാണ്. അതെ, കാരണം അതിന് പിന്നിൽ ഒരുപാട് കടമുണ്ട്. അതെ. ചൈനയിലെ മുഴുവൻ കടബാധ്യതയും എങ്ങനെ തീർക്കും? അതെ. ചൈന നേരിടുന്ന മറ്റൊരു അടിസ്ഥാനപരമായ പ്രശ്നം അവിടുത്തെ ജനസംഖ്യ ചുരുങ്ങുന്നു എന്നതാണ്, അല്ലേ? അതുകൊണ്ട് ജനസംഖ്യ ചുരുങ്ങുമ്പോൾ രാജ്യങ്ങൾക്ക് വളരാൻ വളരെ പ്രയാസമാണ്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ശരി. ലോകമെമ്പാടും ജനസംഖ്യ ചുരുങ്ങുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് താങ്കൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഡെമോഗ്രാഫിക്. അതെ, ചൈനയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയ്ക്ക് ഡെമോഗ്രാഫിക്സ് ഒരു വലിയ തടസ്സമാണ്. അപ്പോൾ
കടവും ഡെമോഗ്രാഫിക്സും അവർക്കുള്ളവ നിങ്ങൾക്കറിയാമല്ലോ, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചതെന്തെന്നാൽ ആളുകൾ അവരുടെ ചൈനയെ പ്രധാനമായും AI-യുടെ കണ്ണാടിയിലൂടെ പുനർമൂല്യയിരുത്തിയതുകൊണ്ടാണ്. അതായത് അവർ പറഞ്ഞു സാങ്കേതിക വിദ്യയിലും AI-യിലും ചൈന നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. പക്ഷെ അവർ ഈ രണ്ടെണ്ണം കണ്ടില്ല. ഒളിഞ്ഞിരിക്കുന്ന ആ രണ്ട് മുഖമൂടികൾ അവർ കണ്ടില്ല. അതെ, യാഥാർത്ഥ്യം എന്തെന്നാൽ അത് കാര്യങ്ങൾ മറച്ചുവെക്കുന്നു എന്നതാണ്. അതെ, AI-യിലുള്ള ചൈനയുടെ വൈദഗ്ധ്യം പൊതുവെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ, പഴയ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥ എന്ന വസ്തുതയെ മറച്ചുവെക്കുന്നു. ശരി, പ്രശ്നത്തിലാണ്. വാവ്. അതുകൊണ്ട് 2026 അത് കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു. ശരി, അതാണ് എൻ്റെ ഒരു തരം വിലയിരുത്തൽ. അതെ, ലോകമെമ്പാടും AI ഹൈപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കറിയാമോ, AI കാര്യങ്ങൾ തുടരും. എന്നാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ബാക്കി ഭാഗം ഞാൻ കരുതുന്നു അത് ആടിയുലയുന്നത് തുടരും. അത് 2026 കൂടുതൽ വ്യക്തമാകും. വാസ്തവത്തിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ദുർബലമായി തുടരുന്നു. രണ്ട് മുഖംമൂടികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ മുഖംമൂടി കയറ്റുമതിയാണ്. അവ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. അത് ആഭ്യന്തരമല്ല, അത് കയറ്റുമതിയാണ്. അത് 16% ഉയർന്നു. ഇപ്പോൾ 29% കയറ്റുമതി വർധനവ്. അതെ, അതാണ് അറ്റ കയറ്റുമതി ഇറക്കുമതി കുറച്ചുള്ളത്. അത് വളരെ വലുതാണ്. അതെ, അത് വളർച്ചയ്ക്കുള്ള സംഭാവനയാണ്. അതെ, നിങ്ങൾക്കറിയാമോ, അവർ മൊത്തം സാമ്പത്തിക വളർച്ചയുടെ ഏകദേശം 1/3 സംഭാവന ചെയ്യുന്നുണ്ട്. അതായത് ചൈന ഭ്രാന്തമായി കയറ്റുമതി ചെയ്യുകയാണ്. കൂടാതെ അതിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ദുർബലമായതിനാൽ അതിൻ്റെ ഇറക്കുമതി വളർച്ച അത്ര മികച്ചതല്ല. അതുകൊണ്ട് അവർ ഭ്രാന്തമായി കയറ്റുമതി ചെയ്യുകയാണ്. അതാണ് ചൈനയിലെ സാമ്പത്തിക വളർച്ചയെ താങ്ങി നിർത്തുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ AI-ക്ക് പുറത്തുള്ള ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമാണ്. അതെ, അതുകൊണ്ട് ഞാൻ പറയും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഈ കയറ്റുമതി യന്ത്രമാണ്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ശരി, അതൊരു വലിയ ആഗോള പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. ഡംപിംഗ് കാരണം വളരെ കൗതുകകരമാണ്. ചൈനയുടെ ഡംപിംഗ് ഒരു തിരിച്ചടിക്ക് കാരണമാകും. ചൈനയുടെ കയറ്റുമതി വില വളരെ കുറവാണെന്നും ചൈനയുടെ കയറ്റുമതിയുടെ അളവ് വളരെ കൂടുതലാണെന്നും നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ചൈനയുടെ വില, കയറ്റുമതി വില 20% കുറഞ്ഞു. കയറ്റുമതിയുടെ അളവിലെ വളർച്ച 45% വർദ്ധിച്ചു. കാരണം അവർ അടിസ്ഥാനപരമായി വില കുറയ്ക്കുകയാണ്, ഡംപിംഗ് നടത്തുകയാണ്. അതെ, കയറ്റുമതിയിലെ കഴിവിന് ചൈന എപ്പോഴും പേരുകേട്ടതാണ്. ശരിയാണ്, നമുക്കതറിയാം. പക്ഷെ കഴിഞ്ഞ ദശകത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന, നിങ്ങൾക്കറിയാമോ, അവരുടെ കയറ്റുമതിയുടെ അളവ് വർഷത്തിൽ ഏകദേശം 17% എന്ന തോതിൽ വളരുകയായിരുന്നു. വിലയും കൂടുകയായിരുന്നു. അവർ വില കൂട്ടുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, കാലക്രമേണ അതൊരു സാധാരണ സംഭവമാണല്ലോ. നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലയും മറ്റും കൂട്ടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിച്ചതെന്തെന്നാൽ ചൈനയുടെ കയറ്റുമതിയുടെ അളവിലെ വളർച്ച ഏകദേശം ഇരട്ടിയായി, അല്ലേ? ഗംഭീരം. അതിപ്പോൾ ഏകദേശം 40%-ത്തിനടുത്താണ്. അതെ, വിലയിൽ വലിയ കുറവ് വരുത്തിയാണ് അവരത് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ വില വർഷത്തിൽ 20% കുറവാണ്. കയറ്റുമതിയുടെ അളവ് കുതിച്ചുയർന്നിട്ടുമുണ്ട്. ഇത് ലോകത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം നിങ്ങൾ എവിടെ പോയാലും, അതെ, കൂടാതെ ഞങ്ങൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മെക്സിക്കോ പോലുള്ള സ്ഥലങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ അവിടെ വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിറയുകയാണ്. ഒരു തരത്തിൽ അത് ഉപഭോക്താവിന് നല്ലതാണ്, ആളുകൾക്ക് നല്ലതാണ്. അതെ, പക്ഷേ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതെ, ഉപഭോക്താവിനും സമ്പദ് വ്യവസ്ഥയ്ക്കും, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയ്ക്കും അത് ഈ സമ്പദ് വ്യവസ്ഥകളിൽ പലതിൻ്റെയും ജീവരക്തമാണ്. അതെ, അത് അവരെ ശരിക്കും ദോഷകരമായി ബാധിക്കുന്നു. തീർച്ചയായും അതെ. കാരണം അത് ശക്തിയാണ്. അവർക്ക് ആ വിലയ്ക്ക് വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ അതൊരു തിരിച്ചടിക്ക് കാരണമാകും. കൂടാതെ ലോകമെമ്പാടുമുള്ള നിർമ്മാണ മേഖലയെ ഡംപിംഗ് പൊള്ളയാക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിർമ്മാണത്തിലെ ഇടിവ് നോക്കുകയാണെങ്കിൽ അതെ, പല രാജ്യങ്ങളിലും 2018 മുതൽ 2024 വരെ GDP-യുടെ ഒരു വിഹിതം എന്ന നിലയിൽ വികസിത രാജ്യങ്ങളിൽ 1% കുറഞ്ഞു. ആസിയാനിൽ 1.4 കുറഞ്ഞു. ഇന്ത്യയിൽ 2.3 കുറഞ്ഞു. നിർമ്മാണം കുറഞ്ഞു. അതെ, കൂടാതെ കിഴക്കൻ യൂറോപ്പിൽ 2.8 കുറഞ്ഞു. നിർമ്മാണം വളരുന്നതിന് പകരം ഡംപിംഗ് അതിനെ ചുരുങ്ങാൻ കാരണമാകുന്നു, കുറയുന്നു. അതെ, അതൊരു പ്രധാന പ്രവണതയാണ്. അതെ, വ്യവസായ രഹിതവൽക്കരണത്തിൻ്റേത്. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ ഇതിനെക്കുറിച്ച് അത്രയധികം സംസാരിക്കപ്പെട്ടിട്ടില്ല, എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇത് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം അമേരിക്ക ആരംഭിച്ച വ്യാപാര യുദ്ധത്തിലോ അല്ലെങ്കിൽ വ്യാപാര പോരാട്ടത്തിലോ ലോകം വളരെ തിരക്കിലായിരുന്നു. എന്നാൽ യഥാർത്ഥ കാര്യം വ്യാപാര യുദ്ധത്തിൽ നിന്ന് അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന ആഘാതത്തേക്കാൾ വലുതായിരിക്കാവുന്നത് സംഭവിച്ച ഈ ആഘാതമാണ് ചൈന ഷോക്ക്. അതെ, നിങ്ങൾക്കറിയാമോ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രംപ് ഇപ്പോൾ ടാരിഫ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതായി തോന്നുന്നു. ഇത് താങ്ങാനാവുന്ന വിലയുടെ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയാണ്. കൂടാതെ മറ്റ് രാജ്യങ്ങളെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതെ, അതിനാൽ അദ്ദേഹം വ്യാപാര രംഗത്ത് നിന്ന് ഒരു പരിധിവരെ പിന്മാറുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കുറഞ്ഞ പക്ഷം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ചെയ്തിട്ടുണ്ട്. ശരി ശരി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശ്രദ്ധ ഇതിലേക്ക് തിരിയും എന്നാണ്. കാരണം ആ പോരാട്ടം പരിഹരിക്കപ്പെടുമ്പോൾ ആളുകൾ ഒരുപക്ഷെ അതിലും വലിയൊരു പോരാട്ടത്തിലേക്ക് കടക്കും. അതായത് ചൈന അവരുടെ വലിയ മിച്ചം കയറ്റുമതി ചെയ്യാൻ നടത്തുന്ന ഈ വലിയ വിലക്കുറവ്. പക്ഷേ ചൈനയ്ക്ക് ഇതെങ്ങനെയാണ് താങ്ങാനാവുന്നത്? ഇത്രയധികം വില കുറക്കുന്നത് എങ്ങനെ? അത് വെറുതെ അവരുടെ ആഭ്യന്തര ആവശ്യം കുറവായതുകൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നതാണോ? അത് വളരെ ദുർബലമാണ്. അത് അമിതമായി ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത്, നിങ്ങൾക്കറിയാമോ, ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെ ശരിക്കും അലോസരപ്പെടുത്തുന്ന എൻ്റെ വിഷയങ്ങളിൽ ഒന്നാണ്. ചൈന എങ്ങനെ ഉപഭോഗം വർദ്ധിപ്പിക്കണം? GDPയുടെ ഒരു വിഹിതം എന്ന നിലയിൽ ഉപഭോഗം വളരെ കുറവാണ്. ചൈനയിലെ യഥാർത്ഥ പ്രശ്നം അത് വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് അമിതമായി നിക്ഷേപിക്കുകയും അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് GDPയുടെ ഒരു വിഹിതം എന്ന നിലയിൽ ഉപഭോഗം കുറവാണെന്ന് തോന്നുന്നത്. കാരണം മറ്റു കാര്യങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നു. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരായ ടാരിഫുകൾ ലോകമെമ്പാടും ഉയർന്നേക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, ഞാൻ കരുതുന്നത് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ്. രാജ്യങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. അവരുടെ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ. കാരണം നമുക്കതറിയാം, 2026 ആ പ്രവണത ത്വരിതഗതിയിലാകുമെന്ന് ഞാൻ കരുതുന്നു. ശരി. ഇനി നിങ്ങളുടെ 7ാമത്തെ പോയിന്റ്, അത് തികച്ചും കാലിക പ്രസക്തിയുള്ള ഒന്നാണ്. അടുത്തിടെ സംഭവിച്ചതിനെല്ലാം വളരെ മുൻപേ നിങ്ങൾ ഈ ഗവേഷണം നടത്തി. ദക്ഷിണ അമേരിക്ക രാഷ്ട്രീയമായി വലതുപക്ഷത്തേക്ക് തിരിയുന്നത് തുടരും. വാസ്തവത്തിൽ അവിടെ മഞ്ഞ നിറത്തിലുള്ള 5 രാജ്യങ്ങൾ 2023 മുതൽ വലതുപക്ഷത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള 2 എണ്ണം കൂടി 2026 വലതുപക്ഷത്തേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ബ്രസീലിൻ്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. അതൊരു വൈൽഡ് കാർഡാണ്. ഈ വർഷമാണ് തിരഞ്ഞെടുപ്പ്. പിന്നെ തീർച്ചയായും നിങ്ങൾ വെനസ്വേലയെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് ഏത് കോളത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് വളരെ രസകരമാണെന്നാണ്. അതായത് നിങ്ങൾക്കറിയാമോ, ചിലിയുടെ മുൻ പ്രസിഡന്റ് പിനേര, അദ്ദേഹം ഒരിക്കൽ എന്നോട് ഇത് പറഞ്ഞിരുന്നു. നല്ല കാലഘട്ടങ്ങളിൽ ലാറ്റിൻ അമേരിക്ക ഇടതുപക്ഷത്തേക്ക് തിരിയുമെന്നും മോശം കാലഘട്ടങ്ങളിൽ ലാറ്റിൻ അമേരിക്ക വലതുപക്ഷത്തേക്ക് തിരിയുമെന്നും. അതിന് ഒരു കാരണമുണ്ട്. ഇവിടെ വലതുപക്ഷം എന്നത് ഞാൻ വ്യക്തമാക്കുകയാണെങ്കിൽ, അതെ, ഇത് സാമ്പത്തിക കാഴ്ചപ്പാടിൽ കൂടുതൽ ക്ലാസിക് വലതുപക്ഷമാണ്. ശരി. അതായത് ലാറ്റിൻ അമേരിക്കയിലെ വലതുപക്ഷം, അതെ, അവരിൽ ചിലർ കുടിയേറ്റ വിരുദ്ധരും മറ്റുമൊക്കെയാണ്. പക്ഷേ ഇത് പെർവുക്കിനെ പിന്തുണ നൽകുന്ന ഒരു കറ്റുമൊക്കെയാണ്. പക്ഷേ ഇത് പ്രധാനമായും സ്വതന്ത്ര കമ്പോള പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ളതാണ്. ശരി. വലതുപക്ഷം കൂടുതൽ വിശ്വസിക്കുന്നു എന്നത് സാമ്പത്തികമായി ശരി. പണ്ടുണ്ടായിരുന്നതുപോലെ ഒരു സാമ്പത്തിക വലതുപക്ഷം ഉണ്ടാകുന്നതിൽ. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലത് ഇടത് ലേബലുകളെല്ലാം ഒരുമാതിരിയായിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് വെനസ്വേലയെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ അത് അമേരിക്കയുടെ ഭാഗമാണ്. അതൊരു ഭാഗമാണ്. അത് ട്രംപാണ്, അല്ലേ? ട്രംപല്ല. നിങ്ങൾക്കങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറയും, ലാറ്റിൻ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളും വാസ്തവത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അതെ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിലുണ്ടായിരുന്നു. അതിനെ പിങ്ക് ടൈഡ് എന്ന് വിളിച്ചിരുന്നു, അല്ലേ? അത് കാരണം അതെ. ഇപ്പോൾ പ്രശ്നം എന്തെന്നാൽ, സാമ്പത്തിക പ്രകടനം അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ കുറ്റകൃത്യം, അഴിമതി പോലുള്ള കാര്യങ്ങളിൽ അവർ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ പറയുന്നു, അതുകൊണ്ട് ഒരു തരത്തിൽ ഇതൊരു ഭരണവിരുദ്ധ തരംഗമാണ്. ഭരണവിരുദ്ധ തരംഗം. ഇത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, പ്രധാനമായും ഇടതുപക്ഷ സർക്കാരുകൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ആളുകൾക്ക് ഈ അധികാരത്തിൽ ഇരുന്നതിനോട് മടുത്തു. 3 പ്രധാന പ്രശ്നങ്ങൾ കാരണം: പണപ്പെരുപ്പം, അഴിമതി, കുറ്റകൃത്യം. ശരി. അതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നു, നമുക്ക് മറ്റേ പക്ഷത്തേക്ക് പോകാം. അതുകൊണ്ട് മോശം സമയങ്ങളിൽ ഇതിനേക്കാൾ ഭേദമായ ഏത് ഓപ്ഷനും അതെ ഇതിനേക്കാൾ മികച്ചത്. അതിനാൽ അതിനെ ഫോബോ എന്ന് വിളിക്കുന്നു. മെച്ചപ്പെട്ട ഒരു ഓപ്ഷനെ കുറിച്ചുള്ള ഭയം. ശരി. ഫോമോയ്ക്ക് പകരം.
ശരി, അപ്പോൾ അതാണ് ലാറ്റിൻ അമേരിക്കയിൽ സംഭവിക്കുന്നത്. നമ്മൾ ധാരാളം ആളുകളെ കാണുന്നു, ഭരണവിരുദ്ധ തരംഗം. വാസ്തവത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ വലതുപക്ഷത്തേക്ക് തിരിയുന്നു. ആഗോളതലത്തിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ഭരണവിരുദ്ധ തരംഗം സംഭവിക്കുന്നുണ്ട്, വളർന്നു വരുന്ന വിപണികളിലല്ല. ശരി. പിന്നെ ഇന്ത്യയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു തരം ഭരണാനുകൂല ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. എന്നാൽ ലാറ്റിൻ അമേരിക്കയിൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. ഇടതുപക്ഷ സർക്കാരുകളാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അവർ വലതുപക്ഷത്തേക്ക് തിരിയുകയാണ്. പിന്നെ 20-ൽ ഒരുപക്ഷെ 2026-ലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്, എനിക്കങ്ങനെ പറയാമെങ്കിൽ ലോകത്തിലെ ബ്രസീലിലായിരിക്കും നടക്കുക. ബ്രസീൽ. കാരണം ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയവയിലൊന്നാണ്. അപ്പോൾ രാജ്യങ്ങളും സമ്പദ് വ്യവസ്ഥകൾ. ബ്രസീലിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ലളിതമായ ചോദ്യം, നിങ്ങളുടെ പ്രവചനം എന്താണ്? ഞാൻ കരുതുന്നത് വിശാലമായി ഈ ഭരണവിരുദ്ധ തരംഗം കാരണം കൂടുതൽ രാജ്യങ്ങൾ വലതുപക്ഷത്തേക്ക് മാറാൻ സാധ്യതയുണ്ട്. വെറും കാരണം ഇടതുപക്ഷ സർക്കാരുകളാണ് അധികാരത്തിലുള്ളത്. ശരി. പക്ഷേ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം, വലതുപക്ഷ സർക്കാരുകളുടെ കീഴിൽ ഓഹരി വിപണികൾ കൂടുതൽ ഉയരുന്നു എന്നതാണ്. അത് എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഓഹരി വിപണികളിലെ ശതമാനക്കണക്കിലുള്ള നേട്ടം ഇടതുപക്ഷ സർക്കാരുകൾ 16%, വലതുപക്ഷ സർക്കാരുകൾ അതിൻ്റെ ഇരട്ടിയിലധികം. ഓഹരി വിപണിയിൽ 37% വർധനവ്. പക്ഷേ അത് അവർ പണക്കാരെ സഹായിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ പറയാം, അതൊരു വസ്തുതയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത് പാവപ്പെട്ടവരെയും ശരിക്കും സഹായിക്കുന്നുണ്ടോ? അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കറിയാമോ, അതൊരു മറ്റൊരു വിഷയമാണ്. അതെ, പക്ഷെ ഞാൻ മറ്റു ഡാറ്റകളും പരിശോധിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 30 വർഷം പരിശോധിച്ചു. ശരി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, ഓഹരി വിപണി അത് നോക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ്, അല്ലേ? അതെ. അതായത് ഓക്കെ, പ്രകടനം എങ്ങനെയായിരുന്നു? ഇവിടെ നിങ്ങൾക്കൊരു വലിയ വിടവ് കാണാൻ കഴിയും. അത് വളരെ വ്യക്തമായ കാര്യമാണ്. അതെ, വളരെ വ്യക്തമാണ്. ഡോളറിന്റെ കണക്കിൽ ഇടതുപക്ഷ സർക്കാരുകളേക്കാൾ വലതുപക്ഷ സർക്കാരുകളുടെ കീഴിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. വലതുപക്ഷ സർക്കാരുകൾ കൂടുതൽ മൂലധന അനുകൂലികളാകാൻ പ്രവണത കാണിക്കുന്നു എന്ന വസ്തുതയാൽ അത് വിശദീകരിക്കാമെന്ന് നമുക്ക് പറയാം. ശരി. അതെ. പക്ഷേ ഞാനും നോക്കി സാമ്പത്തിക വളർച്ച, പണപ്പെരുപ്പം, ധനക്കമ്മി എന്നിവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ വലതുപക്ഷ ഇടതുപക്ഷ സർക്കാരുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല വാസ്തവത്തിൽ, ശുദ്ധമായ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച്. ശരി. എന്നാൽ പ്രത്യേകിച്ച് പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ടെത്തുന്നത് ലാറ്റിൻ അമേരിക്കയിലെ വലതുപക്ഷ സർക്കാരുകളുടെ കീഴിൽ പണപ്പെരുപ്പ പ്രകടനം പ്രകടമായി മികച്ചതാണ് എന്നാണ്. എനിക്ക് തോന്നുന്നു വാർഷിക പണപ്പെരുപ്പം 3.9-നെതിരെ 5.1%. അതൊരു വലിയ വ്യത്യാസമാണ്. അതൊരു കാര്യമായ വ്യത്യാസമാണ്. അതെ, അതിൻ്റെ മൂലകാരണം അത് മറ്റൊരു അളവുകോലായ ധനക്കമ്മിയിൽ കാണപ്പെടുന്നു എന്നതാകാം. സാധാരണയായി വലതുപക്ഷ സർക്കാരുകൾ വളരെ കൂടുതലാണ്. സാമ്പത്തികമായി കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുന്നവരാണ്. ഇടതുപക്ഷ സർക്കാരുകളാകട്ടെ സാമ്പത്തികമായി കുറച്ചുകൂടി ധൂർത്തടിക്കുന്നവരുമാണ്. അതുകൊണ്ട് പണപ്പെരുപ്പവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാരണമാണിതെന്ന് ഞാൻ കരുതുന്നു. ശരി. അതുകൊണ്ടാണ് ഒരു വ്യത്യാസമുണ്ടാകുന്നത്. പക്ഷേ അത് ആളുകളെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അതെ, ഭരണവിരുദ്ധ വികാരത്തിനുള്ള മറ്റൊരു കാരണം. അതെ. അപ്പോൾ നിങ്ങളുടെ 10 പ്രവചനങ്ങളിൽ 8-ാമത്തേത് നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ, ലൈസൻസിങ്ങും നിയന്ത്രിക്കലും ഇല്ലാതാക്കൽ. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു മുന്നേറ്റം തുടരും എന്നതാണ്. സാമ്പത്തികമായി പ്രാധാന്യമുള്ള നിയന്ത്രണങ്ങളിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അതെ, കഴിഞ്ഞ 20 വർഷങ്ങളിലെ പ്രതിവർഷ നിയന്ത്രണങ്ങളെ അപേക്ഷിച്ച് 2025-ൽ അമേരിക്കയിൽ അത് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ യൂറോപ്പിൽ പോലും അത് കുറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൽ അത് എപ്പോഴും കുറവായിരുന്നു, പക്ഷേ അത് കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ പ്രവണത കുറഞ്ഞു. ഈ വർഷവും ആ പ്രവണത തുടരുമെന്ന് നിങ്ങൾ കരുതുന്നു. നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യും. അതെ, നിങ്ങൾക്കറിയാമോ, എൻ്റെ കഴിഞ്ഞ പുസ്തകമായ വാട്ട് വെൻറ്റ് റോങ് വിത്ത് ക്യാപിറ്റലിസ്റ്റിലും ഞാൻ പറഞ്ഞ ഒരു പ്രധാന വിഷയം പല സമ്പദ് വ്യവസ്ഥകളിലെയും മുതലാളിത്ത മനോഭാവത്തെ ദുർബലപ്പെടുത്തുന്നത് ഈ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങളാണെന്നായിരുന്നു. നിയന്ത്രണങ്ങൾ അതിൻ്റെ സ്വഭാവം കൊണ്ട് നിലവിലുള്ളവരെ അനുകൂലിക്കുന്നതായിരിക്കും. അത് വലിയ ബിസിനസ്സുകളെ സഹായിക്കുകയും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു, അല്ലേ? കാരണം ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ ഈ നിയന്ത്രണങ്ങൾ പാലിക്കാൻ അവർക്ക് വളരെയധികം പണം നൽകേണ്ടി വരുന്നു. വലിയ ബിസിനസ്സുകൾക്ക് ഇത് അവരുടെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയുടെ ഒരു ചെറിയ ചെലവ് മാത്രമാണ്. കൂടാതെ അവർക്ക് നിയന്ത്രണങ്ങളെ കൂടുതൽ സ്വാധീനിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ, പ്രത്യേകിച്ച് ട്രംപ്, നിങ്ങൾക്കറിയാമല്ലോ, നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇപ്പോൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ തീരുമാനിച്ചു, ശരി, അമേരിക്കയുമായി മത്സരിക്കാൻ നമ്മളും ഒരുപാട് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്.
പ്രണോയ്, നമ്മൾ സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണത്. ട്രംപ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കിയേക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ വീണ്ടും മഹത്തരമാക്കുകയാണ്. മാഗ്ന അതെ, ഭൂമിയെ മഹത്തരമാക്കുന്നു. ഭൂമിയെ വീണ്ടും മഹത്തരമാക്കുന്നു. അതൊരു മികച്ച മുദ്രാവാക്യമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് അത് നിങ്ങളുടെ മുദ്രാവാക്യമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്ന കാര്യത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് യൂറോപ്പിനെയാണ് കാണുന്നത്. യൂറോപ്പ് എല്ലായ്പ്പോഴും ധാരാളം നിയന്ത്രണഭാരം ചുമത്തുന്നതായി അറിയപ്പെട്ടിരുന്നു. കൂടാതെ ബിസിനസ്സുകൾ അതിനെക്കുറിച്ച് ധാരാളം പരാതിപ്പെടുമായിരുന്നു. ശരിയാണ്. യൂറോപ്പ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം, ഇതിനെക്കുറിച്ചൊരു ഡ്രാഗി റിപ്പോർട്ടും വന്നിരുന്നു. അവരും ശ്രദ്ധിക്കുന്നത് ശരി, നമുക്കെങ്ങനെ നിയന്ത്രണ ഭാരം കുറയ്ക്കാം എന്നതാണ്. ഇപ്പോൾ ഇത് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വേഗത കുറയ്ക്കുക, വർധനവിൻ്റെ വേഗത. അതുകൊണ്ട് യൂറോപ്പ്, നിങ്ങൾക്കറിയാമോ, ആളുകൾ യൂറോപ്പിനെക്കുറിച്ച് തമാശ പറയാറുണ്ടായിരുന്നു, ഇത് നിയന്ത്രണങ്ങളുടെ സിലിക്കൺ വാലിയാണെന്ന്. ശരി. അതെ, നമ്മൾ കാണുന്നത് പോലെ മറ്റു രാജ്യങ്ങളിലും വളർന്നു വരുന്ന വിപണികളിലും പോലും. അതെ, വാസ്തവത്തിൽ ഞങ്ങൾ ഇപ്പോൾ അമേരിക്കയെയും യൂറോപ്പിനെയും കാണിച്ചു. അതെ, നിയന്ത്രണങ്ങൾ കുറഞ്ഞു വരുന്നു. പക്ഷേ അത് വളർന്നു വരുന്ന വിപണികളിലും സംഭവിക്കുന്നുണ്ട്. അതെ. ചിലിയിൽ നിക്ഷേപ അനുമതികൾക്ക് ആവശ്യമായ സമയം അവർ 30 മുതൽ 70% വരെ കുറയ്ക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. വിയറ്റ്നാം, അവർ ശരിക്കും നിയന്ത്രണങ്ങൾ എടുത്തു കളയുകയാണ്. അവർ ഏകദേശം 60ഓളം ലൈസൻസുകൾ വെട്ടിക്കുറയ്ക്കുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതെ. അർജന്റീന വാടക നിയന്ത്രണം ഒഴിവാക്കുന്നു, അത് ലഭ്യത വർദ്ധിപ്പിച്ചു. മലേഷ്യ കസ്റ്റംസ് ക്ലിയറൻസ് സമയം ദിവസങ്ങളിൽ നിന്ന് മിനിറ്റുകളായി കുറച്ചു. സൗദി അറേബ്യ വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് വാങ്ങാൻ അനുവദിക്കുകയും സ്റ്റോക്കുകളുടെ വിദേശ ഉടമസ്ഥതയിലുള്ള 49% പരിധി എടുത്തു കളയുകയും ചെയ്തേക്കാം. കൂടാതെ ഇന്ത്യയിൽ സർക്കാർ ഒരു ഡിറഗുലേഷൻ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അവസാനം കൃത്യമായി അത് എത്രത്തോളം പ്രവർത്തിക്കുമെന്ന് നമ്മൾക്ക് കാണേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു പ്രവണതയുണ്ട്. അതെ, എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്കറിയാമോ, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ഇലോൺ മസ്ക്, അദ്ദേഹം ഡോഷിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഗവൺമെൻറ്റിനെ വെട്ടിച്ചുരുക്കുന്നതിനെക്കുറിച്ചും ഡിറഗുലേഷനെക്കുറിച്ചുമുള്ള വളരെ ഒരുതരം ജനപ്രീതി ഇല്ലാത്ത ഒരു ആശയമായിരുന്നു അത്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ, നിങ്ങൾക്കറിയാമോ, ഒരുതരം ഭ്രാന്തൻ ചെയിൻസോ രീതിയിൽ. പക്ഷേ ഇന്ത്യയെയും മറ്റ് സ്ഥലങ്ങളെയും പോലുള്ള ഇടങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഗവൺമെൻറ്റുമായി ഇടപെട്ടിട്ടുള്ളവർ അവർ ഏതാണ്ട് രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കും ഒരു ഡോഷ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ വീണ്ടും കുറയ്ക്കുന്നതിന്. ശരിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത്, സാധാരണക്കാരൻ്റെ മേലുള്ള നിയന്ത്രണ ഭാരം ലഘൂകരിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന സന്ദേശം നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നിയന്ത്രണങ്ങൾ വെക്കുന്നതിന് ഞാൻ വളരെ എതിരാണ്. കാരണം അത് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ ബിസിനസ്സുകൾക്ക് അറിയാമല്ലോ, നിയന്ത്രണങ്ങൾ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതിനെ സ്വാധീനിക്കാനും അവർക്ക് കഴിയും. തീർച്ചയായും. ആർക്കാണ് പ്രയോജനം ലഭിക്കുന്നതെന്നും കൃത്യമായി. അതുകൊണ്ട് ഇതൊരു നല്ല ആഗോള പ്രവണതയാണെന്നും ഈ മുന്നേറ്റം തുടർന്നാൽ ആഗോള വളർച്ചയെ സഹായിക്കാൻ കഴിയുന്ന ഒന്നാണെന്നും ഞാൻ കരുതുന്നു. അത് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ നിയന്ത്രണങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അത്രയധികം സർക്കാർ ഇടപെടൽ ആളുകൾക്ക് വേണ്ട. കാരണം അത് അഴിമതിയിലേക്കും നയിക്കുന്നു. അതെ. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾ പണം നൽകണം, എല്ലായിടത്തും, അല്ലേ? ഏറ്റവും താഴെ എല്ലായിടത്തും ഇത്രയധികം സർക്കാർ. അതെ. അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കുന്നു. ഇന്ത്യയിലെ നിയന്ത്രണങ്ങൾ നീക്കുന്നത് അഴിമതിയും കുറയ്ക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. അതാണ് സാർവത്രികമായ കണ്ടെത്തൽ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മളിത് തുടർന്ന് കൊണ്ടുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി. 10-ൽ നിങ്ങളുടെ 9ാമത്തേത്, ഇത് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന് വിപരീതവുമാണ്. കുടിയേറ്റം നിയന്ത്രിക്കലാണ്. അതെ. കുടിയേറ്റ വിരുദ്ധത ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു വികാരമാണ്. കുടിയേറ്റം കുറഞ്ഞുകൊണ്ടേയിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഉയർന്ന വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025-ൽ ലോകമെമ്പാടും അറ്റ കുടിയേറ്റം കുറവാണ്. നിങ്ങൾ 2023 നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വൻതോതിൽ കുറഞ്ഞു, യൂറോപ്പിൽ വൻതോതിൽ കുറഞ്ഞു, ഇംഗ്ലണ്ടിലും കുറഞ്ഞിട്ടുണ്ട്. അതേ വികാരങ്ങൾ തന്നെയാണ്. ഇതവർ അതിരുകടന്നതുകൊണ്ടുള്ള ഒരുതരം പ്രതികരണമാണോ, അതോ ഇത് അല്പം വംശീയതയാണോ? എന്താണിത്? ശരി, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്തെന്നാൽ, അമേരിക്കയിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, അല്ലേ? അമേരിക്ക എങ്ങനെയാണ് കൂടുതൽ കുടിയേറ്റ വിരുദ്ധമായതെന്നും മറ്റും. പക്ഷേ അദ്ദേഹം ആ മതിൽ പണിതില്ല. അതെ. പക്ഷേ
പക്ഷേ അദ്ദേഹം മറ്റ് പലതരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെ, പക്ഷേ ഇവിടെയുള്ള പ്രധാന കണ്ടെത്തൽ അത് അമേരിക്ക മാത്രമല്ല എന്നതാണ്. അത് ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളാണ് അതെ, കൃത്യമായി അതേ കാര്യം പിന്തുടരുന്ന അതെ, മാതൃക അവരുടേതായ നിശബ്ദമായ രീതിയിൽ UK ഉൾപ്പെടെ. അതെ, ശരിയല്ലേ? ഇതിൽ ഭൂരിഭാഗവും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പ്രതികരണമാണ്. കാരണം ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ വലിയ തോതിലുള്ള ഒരു കുടിയേറ്റം നടക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഒരു കാരണം എന്തെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ആളുകൾക്ക് നല്ലതിനായാലും ചീത്തയ്ക്കായാലും വംശീയമായ വ്യക്തിത്വം എന്ന ഈ വിഷയത്തിൽ വളരെ സംരക്ഷണ മനോഭാവം തോന്നുന്നു എന്നതാണ്. നിങ്ങൾക്കറിയാമോ, ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അവരുടെ വംശീയ വ്യക്തിത്വം എന്ന് അവർ കരുതുന്നതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആശയം പോലെ നിങ്ങൾക്കറിയാമോ, ഇത് സാമ്പത്തികമായി ചില നേട്ടങ്ങൾ കൊണ്ടുവന്നേക്കാം എന്നുണ്ടായിട്ടും. ശരി. അപ്പോൾ ഇവയാണ് ചില. കൃത്യം. അതെ. അപ്പോൾ ഞാൻ കരുതുന്നത് അതാണ് പ്രധാന കാര്യം. നല്ല സാമ്പത്തിക ശാസ്ത്രം മോശം രാഷ്ട്രീയമാവാൻ പ്രവണത കാണിക്കുന്നു. കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇവിടുത്തെ പ്രധാന കാര്യം ഇത് അമേരിക്കയിൽ മാത്രമല്ല, പാശ്ചാത്യ ലോകമെമ്പാടും സംഭവിക്കുന്നു എന്നതാണ്. വളരെ കുറച്ച് രാജ്യങ്ങൾ, ചിലപ്പോൾ ചില നോർഡിക് രാജ്യങ്ങൾ, സ്പെയിൻ എന്നിവർ ഇപ്പോഴും പൊതുവെ കുടിയേറ്റത്തെ അനുകൂലിക്കുന്നവരാണ്. എന്നാൽ ആംഗ്ലോ സാക്സൺ ലോകമെമ്പാടും കുടിയേറ്റ നിരക്കുകൾ കുറവാണ്. പാശ്ചാത്യ ലോകമെമ്പാടും, അമേരിക്കയിൽ മാത്രമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളിൽ, കാനഡയിൽ അവർ പുതിയ സ്ഥിരതാമസത്തിനുള്ള പെർമിറ്റുകൾ 20% വെട്ടിക്കുറച്ചു. പരാജയപ്പെട്ട അഭയാർത്ഥി അപേക്ഷകരെ വേഗത്തിൽ നീക്കം ചെയ്യുന്നു. മറ്റ് രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. വിസ ഹോപ്പിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ ചേർത്തു. എല്ലാവരും വെട്ടിക്കുറയ്ക്കുകയാണ്. ജപ്പാൻ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള പദ്ധതിയിലാണ്. സ്ഥിരതാമസക്കാരുടെ സുരക്ഷ കർശനമാക്കി. ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം നിങ്ങൾ നടത്തിയ ഗവേഷണങ്ങളാണ്. അതെ, അമേരിക്ക മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും വെട്ടിക്കുറയ്ക്കുകയാണെന്ന് ഇത് കാണിക്കുന്നു. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കറിയാമോ, പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നേരെ വിപരീതമായ പ്രശ്നമാണുള്ളത്. അതായത് വസ്തുത എന്തെന്നാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം ശരിയാണ് വല്ലാതെ കൂടിയിരിക്കുന്നു, അല്ലേ? അതായത് നിങ്ങൾക്കറിയാമോ, ഏകദേശം ഒരു ദശാബ്ദം മുൻപ് ഇന്ത്യ വിട്ടുപോകുന്ന കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വളരെ വലിയ ഒരു വർധനവ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പഠനം ഞാൻ നടത്തിയിരുന്നു. ശരി. പിന്നെ അറിയാമോ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ ആ പ്രവണത സത്യത്തിൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ വിട്ടുപോകുന്ന ശതകോടീശ്വരന്മാരുടെ എണ്ണം, പ്രത്യേകിച്ച് മൊത്തം കോടീശ്വരന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥിരത കൈവരിക്കുകയോ അല്ലെങ്കിൽ സത്യത്തിൽ അല്പം കുറയുകയോ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. പക്ഷേ നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്തെന്നാൽ, മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന ഈ വലിയ തോതിലുള്ള കുടിയേറ്റം വളരെ വേഗത്തിൽ വർദ്ധിച്ചു. അതായത് നിങ്ങൾക്കറിയാമല്ലോ, 80കളിലും 90കളിലും അത് മിക്കവാറും സന്തുലിതമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ അത് ഏകദേശം 3 ലക്ഷം എന്ന പ്രവണതയിലേക്ക് വേഗത്തിലായി. അതെ, നെറ്റ് അടിസ്ഥാനത്തിൽ. അതെ, നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ഒരു ഗ്രാഫിക് ഉണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് അവരെ സാമ്പത്തികമായി ദോഷകരമായി ബാധിച്ചേക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഉന്നയിച്ച ആ ചോദ്യം. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഇത് രാഷ്ട്രീയപരമായി സഹായിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ വിദേശികളെ പുറത്തു നിർത്തുക തുടങ്ങിയവ. എന്നാൽ അമേരിക്കയിൽ ഇന്ത്യക്കാർ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ശരിക്കും മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യൻ സമൂഹത്തിനോ ഇന്ത്യൻ വംശജർക്കുമാണ് അമേരിക്കയിലെ മറ്റേതൊരു സമൂഹത്തെക്കാളും ഏറ്റവും ഉയർന്ന ശരാശരി ആളോഹരി വരുമാനം. അതെ, ഏറെ മുന്നിലാണ്. നമ്മളെല്ലാ വലിയ, നിങ്ങൾക്കറിയാമല്ലോ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, യൂട്യൂബ് എല്ലായിടത്തും മുന്നിലാണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ സാമ്പത്തികമായ കേസ് എന്നത് അത് കാര്യമാണ്. സാമ്പത്തികമല്ലാത്തതാണ് അമേരിക്ക മാത്രമല്ല വലിയ മാഗ്നറ്റുകളായി മാറിയ മറ്റ് സ്ഥലങ്ങൾ പോലും. ഉദാഹരണത്തിന് ഇന്ത്യക്കാർ കൂടുതലായി എവിടേക്കാണ് കുടിയേറുന്നത്? അമേരിക്ക ഏറ്റവും വലിയ സ്ഥലമായി തുടരുന്നു. ശരി. പക്ഷേ മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളും, അതെ, അവിടെ അവർക്ക് ഇന്ത്യൻ തൊഴിലാളികളെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. കൂടാതെ ഇന്ത്യക്കാർ അവിടെ വളരെ നല്ല നിലയിലാണ്. മാത്രവുമല്ല, അവർക്കവിടെ എല്ലാ മേഖലകളിലുമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ വേണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്തെന്നാൽ, എന്തിനാണ് ഇത്രയധികം ആളുകൾ നമ്മുടെ രാജ്യം വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഉണ്ടാകണം. കൂടുതൽ ആളുകൾ വേണം നമ്മുടെ രാജ്യത്ത് തുടരാൻ. അതെ, അതാണ് സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമോ, വളരെ സബ്സിഡിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന IIT ബിരുദധാരികൾ, അവർ യോഗ്യത നേടുന്ന നിമിഷം IIT എന്ന 3 അക്ഷരങ്ങൾ, അത് നിങ്ങൾക്ക് ലോകത്ത് ഏത് ജോലിയും നേടിത്തരും. അതെ,
പക്ഷേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുടിയേറ്റം, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള കുടിയേറ്റം ഒരു വലിയ തോതിൽ കാര്യമായി വർദ്ധിച്ചത് ശരി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം ഏകദേശം 7 ലക്ഷം ആളുകൾ രാജ്യം വിടുന്നു. അത് മുൻപ് ശരാശരി 3 ലക്ഷമായിരുന്നു. അതെ, ശരിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതെ, നിങ്ങൾ പറഞ്ഞത് കൃത്യമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ പറയുന്നത് കാണിക്കാൻ ഞങ്ങളുടെ പക്കൽ ഡാറ്റയുണ്ട്. ഈ കുടിയേറ്റം വികസിത രാജ്യങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 3 ലക്ഷം പേർ രാജ്യം വിട്ടിരുന്നത് അതെ, ഇപ്പോൾ 6,70,000 ഈ രാജ്യം വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലധികമാണിത്. അവരിൽ പലരും വളരെ യോഗ്യതയുള്ളവരുമാണ്. അതെ, അതിനാൽ ഇത് കാര്യമായി വേഗത്തിലായിട്ടുണ്ട്. അതെ, ഇതിൽ വലിയൊരു ഭാഗവും പോകുന്നത് മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമാണ്. ശരി അല്ലേ? പിന്നെ തീർച്ചയായും അവരുടെ ജനസംഖ്യ കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒരു വർഷം രാജ്യം വിടുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം ഏകദേശം ഒരുപോലെയായിരുന്നു, ഏകദേശം 3 ലക്ഷം. ചൈനയുടേത് ഏകദേശം ആ നിലയിൽ സ്ഥിരമായി. നിങ്ങൾക്കറിയാമല്ലോ, സമാനമായ ജനസംഖ്യയോടെ നമ്മുടേത് കാര്യമായി വേഗത്തിലായി. ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ചൈന കുടിയേറ്റമല്ല, പുറത്തേക്കുള്ള കുടിയേറ്റം അത്ര കൂടിയിട്ടില്ലേ? അത് ഒരു വർഷം ഏകദേശം 3 ലക്ഷം. അത് ആ ഒരു നിലയിൽ സ്ഥിരപ്പെട്ടതായി തോന്നുന്നു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അത് വർദ്ധിച്ച് 6 ലക്ഷത്തിന് മുകളിൽ 6,07,000 ലക്ഷത്തിനടുത്ത്. അതെ, ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയാണ് ഒരേ ഒരു രാജ്യങ്ങൾ. ബംഗ്ലാദേശ് ഏകദേശം സമാനമാണ്. വ്യക്തമായ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ കൂടുതലാണ്. പിന്നെ ഉക്രൈനിലും കണ്ടു. പക്ഷേ തെക്ക് നടന്ന യുദ്ധം കാരണം അത് ഒരു ഒറ്റത്തവണത്തേക്കുള്ളതുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഇത് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലേക്ക് തിരികെ വരുന്നു. ഇന്ത്യ പാതുവായി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൂടുതൽ മൂലധനം ഇറക്കുമതി ചെയ്യാം, എങ്ങനെ കുറച്ച് ആളുകളെ കയറ്റുമതി ചെയ്യാം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ആളുകളെ, കുറച്ച് തൊഴിലാളികളെയും. ശരിയാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം വളരെ വളരെ ശരിയാണ്. അതെ, അതായത് നമുക്കൊരു വലിയ നയരൂപരേഖ പോലെയാണ്. കാരണം അവ രണ്ടും അത് മാറും. വളരെ സഹായകമാണ്. കഴിയുന്നത്ര ആളുകളെ നാട്ടിൽ തന്നെ നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒപ്പം സർക്കാർ ഇത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പൗരത്വം ഉപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഈ രാജ്യം വിട്ടുപോകുന്നത്? ശരി, ആളുകളെ ഞങ്ങൾക്ക് ഇവിടെ വേണം. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ പോകുന്ന ഒരുപാട് ആളുകൾ വിദേശത്ത് പോകുമ്പോൾ വളരെ നല്ല നിലയിലെത്തുന്നു. ശരി. അതെ, കാരണം ഇന്ത്യക്കാരുടെ DNA ലോകത്തിലെ മറ്റാരേക്കാളും മികച്ചതാണ്. അതുകൊണ്ടാണ്. കൊള്ളാം, ഗംഭീരമായ ഒരു ദേശീയവാദ വരി. ക്ഷമിക്കണം, ഇന്ത്യ വിട്ടുപോയതിനു ശേഷം വളരെ നല്ല നിലയിലെത്തിയ ചില ആളുകൾ, ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല, ഇവിടെയുള്ള ആരുടെയും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായും വളരെ നല്ല നിലയിൽ പോകുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗവേഷണത്തിൽ. ഇപ്പോൾ ഇതൊരു ഭയങ്കര വാർത്തയാണ്. ഞാനിത് സെൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 10ാമത്തെ പ്രവചനം മദ്യത്തിൻ്റെ ഉപഭോഗം അതിൻ്റെ പാരമ്യത്തിലെത്തി എന്നതാണ്. അമേരിക്കക്കാർ എക്കാലത്തെയും ഏറ്റവും കുറഞ്ഞ അളവിലാണ് മദ്യം ഉപയോഗിക്കുന്നത്. തങ്ങൾ മദ്യപിക്കുന്നു എന്ന് സ്വയം റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കക്കാരുടെ ശതമാനം 66-ൽ നിന്ന് 54-ആയി കുത്തനെ കുറഞ്ഞു. ഇത് സംഭവിച്ചിട്ടില്ല. അതെ, 1930-കളിൽ ഗാലപ്പ് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണത്, അല്ലേ? അപ്പോൾ അമേരിക്കക്കാരുടെ എണ്ണം മാത്രമല്ല, ഇത് അമേരിക്കയിൽ മാത്രമല്ല സംഭവിക്കുന്നത്. മദ്യത്തിൻ്റെ ഉപഭോഗം നോക്കുകയാണെങ്കിൽ UK-യിൽ ഒരു ദിവസത്തെ ഡ്രിങ്ക്സിൻ്റെ എണ്ണം ഒരു പുതിയ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു. റഷ്യ പോലുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്കറിയാമല്ലോ, അത് പേരുകേട്ടതാണ്. അതെ. അവരുടെ വലിയ തോതിലുള്ള മദ്യപാനം അതും കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വലിയ സ്വയം ബോധമുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഇപ്പോൾ കരുതുന്നത് മിതമായി മദ്യപിക്കുന്നത് പോലും ഇതിന് ശാസ്ത്രീയ പിൻബലമുള്ളതുകൊണ്ട് മിതമായി മദ്യപിക്കുന്നത് പോലും ആരോഗ്യകരമല്ല എന്ന്. അതെ, അവർ പറയാറുണ്ടായിരുന്നു ദിവസത്തിൽ ഒരു ഡ്രിങ്ക് കുഴപ്പമില്ലെന്ന്. പക്ഷേ അതിപ്പോൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതെ, ഏത് അളവിലുള്ള മദ്യപാനവും അനാരോഗ്യകരമാണ്. അത് ശരിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് പോലെ പിയർ റിവ്യൂ ചെയ്യപ്പെട്ടതാണ്. പുതിയ പേരിൻ്റെ പേര്, അതിൻ്റെ തലക്കെട്ട് തുടങ്ങുക, കൂടുതൽ റിവ്യൂ ചെയ്യപ്പെട്ടതാണ്. അതെ, അത്തരം ഗവേഷണം. അതിലുപരി തീർച്ചയായും ഒരു വസ്തുത എന്തെന്നാൽ
പാശ്ചാത്യ രാജ്യത്ത് അവർ തങ്ങൾക്ക് ലഹരി നൽകുമെന്ന് കരുതുന്ന കഞ്ചാവ് പോലുള്ള കാര്യങ്ങളിലേക്ക് അല്പം മാറിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യം കുറവ്. മദ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വഫലങ്ങൾ കുറവാണ്. എനിക്കതിനെക്കുറിച്ച് ഉറപ്പില്ല, പക്ഷേ ചിലർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ പ്രധാനമായും ഇത് വളരെ വലിയൊരു ആരോഗ്യ ബോധവൽക്കരണമാണ്. കാരണം ഇതേ പ്രവണത നമ്മൾ സിഗരറ്റിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും സിഗരറ്റിനെ കുറിച്ച് ഇപ്പോൾ നന്നായി അറിയാവുന്നത്. പക്ഷേ ഇപ്പോൾ വേഗത കൂടുന്നതായി തോന്നുന്ന പ്രവണത മദ്യത്തിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ സ്റ്റോക്ക് വിലയുടെ ചലനങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അതെ, കഴിഞ്ഞ 6-7 വർഷത്തെ സ്റ്റോക്ക് വിലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡാറ്റ പറയുന്നത് മദ്യത്തിൻ്റെ സ്റ്റോക്കുകൾ ഇപ്പോൾ കുത്തനെ ഇടിയുന്നു എന്നാണ്. സാധാരണ സ്റ്റോക്കുകൾ 158 ഉയർന്നു. പിന്നെ ഈ ദശാബ്ദത്തിൽ 60% കൊണ്ട്. അതെ, 60%. അതെ, 58, 60%. അതെ അതെ. പിന്നെ മദ്യം താഴേക്ക് 30% 65 കുറഞ്ഞു. 35%. ഇതിൽ വൈനറികളും ഡിസ്റ്റിലറികളും ഉൾപ്പെടുന്നു. അപ്പോൾ വസ്തുത എന്തെന്നാൽ ആളുകൾ കുറഞ്ഞ അളവിൽ മദ്യം ഉപയോഗിക്കുന്നു. വിപണി അത് കണക്കിലെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ സ്റ്റോക്കുകൾ 58% ഉയർന്നു. മദ്യത്തിന്റെ സ്റ്റോക്കുകൾ 35% ഇടിഞ്ഞു. അതെ, മൊത്തത്തിലുള്ള മാർക്കറ്റ് ആഗോളതലത്തിൽ അത്രയും ഉയർന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അതുകൊണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഡാറ്റയാണെന്നാണ് ഞാൻ കരുതുന്നത്. മദ്യത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. കാര്യങ്ങൾ മാറുകയാണ്. ഞാൻ സംശയിക്കുന്നത് അവബോധം കാരണം അത് കൂടുതൽ വേഗത്തിലാകുമെന്നാണ്. ഇപ്പോൾ രസകരമായ ഒരു കാര്യം, ഇന്ത്യ ഒരു അപവാദമാണ്. രണ്ടിലും ഇതാണ് നമ്മുടെ അവസ്ഥ. നേരത്തെ ഞാൻ സംസാരിച്ച മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഈ രണ്ട് കാര്യങ്ങളിലും, പക്ഷെ പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇത് സ്വന്തം തട്ടകത്തിൽ നിന്ന് തുടങ്ങിയത് കൊണ്ടാവാം. ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ പ്രവണതയെ മറികടന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ മദ്യപാനം യഥാർത്ഥത്തിൽ കൂടിയിട്ടുണ്ട്. ശരി. ചൈനയിൽ 5% കുറഞ്ഞു. ജർമ്മനിയിൽ 2%. എല്ലായിടത്തും കുറവാണ്. ഇന്ത്യയിൽ 2.5% കൂടി. യഥാർത്ഥത്തിൽ അതൊരു നല്ല വാർത്തയല്ല. അതെ, അപ്പോൾ ഞാൻ കരുതുന്നത് അതാണ് കാര്യം. അതായത് AI തീർച്ചയായും AI എൻ്റെ പക്ഷപാതങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞാൻ പൊണ്ണത്തടിയുടെയും പൊണ്ണത്തടി വിരുദ്ധ മരുന്നുകളുടെയും ഒരു ആരാധകനല്ല എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ഞാനൊരു പ്രകൃതിവാദി. ഈ വർഷം ഞാൻ പറയും, മദ്യത്തോടുള്ള എൻ്റെ വിരക്തി കണക്കിലെടുക്കുമ്പോൾ ഇത് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഇത് പക്ഷപാതപരമായ സ്ഥിതിവിവര കണക്കുകളാണോ? അതായത് ഇത് ഡാറ്റയാണ്. ആർക്കെങ്കിലും ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാവുന്നതാണ്. ഇല്ല, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ 10 എണ്ണമായി. നമുക്ക് പെട്ടെന്ന് എല്ലാത്തിലൂടെയും കടന്നു പോകാം. ഒന്നാമത്തേത് AI ഒരു കുമിളയാണെന്നതാണ്. അതെ. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ? ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ AI ഒരു കുമിളയാണെന്ന് തിരിച്ചറിയണം. പക്ഷേ അതിന് വീർക്കുന്നത് തുടരാം. ഒരർത്ഥത്തിൽ ഇതിന് ശാസ്ത്രീയമായൊന്നുമില്ല. ശരിയാണ്. പക്ഷേ 10 വർഷത്തെക്കുറിച്ചുള്ള ആ പോയിന്റും അത് ഉണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടിയിൽ എത്തിയെന്നതും എനിക്കിഷ്ടപ്പെട്ടു. അതെ, ഇതിനെ വസ്തുനിഷ്ഠമായി നോക്കിക്കാണാനുള്ള ഒരു വഴിയാണിത്. കൂടാതെ പലിശ നിരക്കുകൾ ഉയർന്നേക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 ഓകളുണ്ട്. അതെ. ബബിൾ മീറ്ററിൽ നമ്മൾ എവിടെയാണ്? ശരി, അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ നമ്മൾ വളരെ മുകളിലാണ്. കൂടാതെ നമ്മൾ അതിൽ വളരെ മുന്നിലാണ്, പക്ഷേ അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. എന്നാൽ രണ്ടാമത്തെ പ്രവണത പലിശ നിരക്ക് ഉയരുമ്പോൾ കുമിളകൾ ചുരുങ്ങും എന്നതാണ്. അമേരിക്കയിലെ താങ്ങാനാവുന്ന വിലയുടെ പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ പലിശ നിരക്കുകൾ ഉയർന്നേക്കാം. ആ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. എനിക്ക് തോന്നുന്നത് അതിന് കാരണം പണപ്പെരുപ്പം ഇപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. കൂടാതെ കൂടുതൽ സൗജന്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ, അത്തരം ചെക്കുകൾ നൽകുന്നതുകൊണ്ടും അതൊരു വലിയ പ്രശ്നമായി മാറിയേക്കാം. അമേരിക്കയിൽ വിതരണം ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ലോകം അമേരിക്കയെ മറികടക്കും. അതെ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ അവരെ മറികടക്കും. കൂടാതെ പ്രത്യേകിച്ച് ഓഹരി വിപണി. അതിനുള്ള ഒരു പ്രധാന കാരണം ഡോളർ ആയേക്കാം. അതായത് ഡോളർ ദുർബലമാവുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ മറികടക്കാൻ സഹായിക്കും. അത് നിങ്ങളുടെ എന്താണത്? മെഗാ ഭൂമിയെ വീണ്ടും മഹത്തരമാക്കുക. അതെ, ആക്കുക. അറിയാമോ, ഏതാണ്ട് കൃത്യമായി. പക്ഷേ ട്രംപിന്റെ സ്വാധീനം മറ്റെല്ലാവരെയും വേഗത്തിൽ വളർത്തുന്നു. അതെ, ബാക്കിയുള്ള ലോകത്തെ വീണ്ടും മഹത്തരമാക്കുക. അതെ. അപ്പോൾ നിങ്ങൾ പറയുന്നു ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ വീണ്ടും തിളങ്ങുമെന്ന്. ഈ വർഷം അത് ഏകദേശം 10% കുറഞ്ഞു. ആപേക്ഷികമായി നോക്കുമ്പോൾ. അതെ. അതെ. കൂടാതെ അത് വീണ്ടും
തിളങ്ങും. അതെ, കാരണം സാധാരണയായി നമ്മൾ ഇത്തരത്തിലുള്ള മോശം പ്രകടനം കാണുമ്പോൾ കാലക്രമേണ നിങ്ങൾ സ്വന്തമാക്കേണ്ടത് ഗുണമേന്മയായതുകൊണ്ട് ആ ഗുണമേന്മ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ കണക്കുകൂട്ടൽ അതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ചൈന വീണ്ടും നിക്ഷേപയോഗ്യമായിരുന്നു എന്ന്. അത് നിക്ഷേപയോഗ്യമായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ദുർബലമായി തുടരും എന്നാണ്. അതെ, അത് 2 മുഖമൂടികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതെ, ആ 2 മുഖമൂടികളും വളരെ രസകരമായിരുന്നു. അതെ, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആ 2 മുഖംമൂടികൾ AI ആണ്. അതുകൊണ്ട് ചൈനയിൽ എന്തെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ അത് AIക്ക് വേണ്ടിയായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. AIക്ക് പുറമെ ചൈനയിലെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ അത്ര നല്ല നിലയിലല്ല. അതുകൊണ്ട് AI എന്നത് ഓഹരി വിപണിയെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ മറച്ചുവെക്കുന്ന ഒരു മുഖംമൂടിയാണ്. കാരണം അല്ലെങ്കിൽ വരുമാന വളർച്ച നെഗറ്റീവാണ്. അതെ, ടെക് മേഖലയ്ക്ക് പുറത്ത്. രണ്ടാമത്തേത് കയറ്റുമതി ഭീമൻ. ചൈനയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് വർദ്ധിപ്പിക്കുകയാണ്. അതെ, അതായത് കണക്കുകൾ. അതെ, അത് കണക്കുകൾ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഒരു വലിയ ആഗോള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ചൈനീസ് ഡംപിംഗ് കാരണവും കൂടിയാണെന്നാണ്. കയറ്റുമതി വർദ്ധിക്കുന്നത് പ്രധാനമായും അവർ വില വെട്ടിക്കുറയ്ക്കുന്നു. അതെ, 20%. അതെ, അവർക്കിത് എങ്ങനെ താങ്ങാൻ കഴിയുന്നു? അതിപ്പോഴും എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ശ്രദ്ധ ഇതിലേക്ക് കൂടുതൽ തിരിയും എന്നാണ്. കാരണം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഈ വേദന എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ നിങ്ങളുടെ 7ാമത്തെ പോയിന്റ് ഇതായിരുന്നു. വെനസ്വേല ട്രംപെല്ല സംഭവിക്കുന്നതിന് മുൻപ് പോലും സൗത്ത് അമേരിക്ക തിരിയുമെന്ന് നിങ്ങൾ പറഞ്ഞു. കൂടുതൽ വലതുപക്ഷത്തേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, ഇതൊരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. ലാറ്റിൻ അമേരിക്കയിലൂടെ ഒരു ഭരണവിരുദ്ധ തരംഗം കടന്നു പോകുന്നുണ്ട്. അവയെല്ലാം ഒരു കാലത്ത് ഇടതുപക്ഷ സർക്കാരുകളാൽ ഭരിക്കപ്പെട്ടിരുന്നു. സാമ്പത്തിക പ്രകടനം, കുറ്റകൃത്യങ്ങൾ, അഴിമതി എന്നിവ പ്രശ്നകരമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് മറുഭാഗത്തേക്ക് തിരിയുകയാണ്. പക്ഷേ ഈ പ്രവണത ശരിക്കും ഫലിക്കുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ശ്രദ്ധിക്കേണ്ട പ്രധാന തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ബ്രസീലിലേതായിരിക്കും. ബ്രസീൽ ഈ വർഷം ഒക്ടോബറിൽ. നിങ്ങളുടെ 8ാമത്തേത് വളരെ രസകരമായിരുന്നു. കാരണം നിയന്ത്രണങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹാനികരമാണെന്ന പെട്ടെന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ആക്കം തുടരും. പടിഞ്ഞാറ് മാത്രമല്ല, വളർന്നു വരുന്ന വിപണികളിലും, അതിൽ ഇന്ത്യയും ഉൾപ്പെടാം. അതെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാമോ ഇതിപ്പോൾ പല രാജ്യങ്ങളിലും ഒരു പ്രചാരമുള്ള വാക്കായി മാറിയിരിക്കുന്നു. അതായത് സർക്കാർ യഥാർത്ഥത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് അവർ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് അമിതമായ നിയന്ത്രണങ്ങൾ കാരണം ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഈ മുന്നേറ്റത്തിന് വേഗത കൂടിയേക്കാം. പിന്നെ ആ ഒരു തരം വെറുപ്പ്. അതെ, കുടിയേറ്റം. അതെ, കുടിയേറ്റ വിരുദ്ധർ. പിന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കുറഞ്ഞു വരികയാണ്. അത് ഇനിയും കൂടുതൽ വേഗത്തിൽ കുറയുന്നത് തുടരുകയും ചെയ്യും. അതെ, കാരണം എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ലെന്നാണ്. നിങ്ങൾക്കറിയാമോ? കാരണം എനിക്ക് തോന്നുന്നു അത് ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് വിദ്വേഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ പ്രവണതയുടെ വേഗത കൂടുമെന്നാണ്. കാരണം ഓരോ തവണ ഒരു മോശം സംഭവം നടക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഏതെങ്കിലും കുടിയേറ്റക്കാരൻ മൂലമാണെങ്കിൽ അതുണ്ടായാൽ ഉള്ളതിനേക്കാൾ വളരെയധികം വലുതാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ വംശീയ പ്രശ്നം മുഴുവൻ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. അതെ, അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്യുന്നു. അവർ അത് തുടർന്നു കൊണ്ടുപോകും. അവരത് ചൂഷണം ചെയ്യുന്നു. ശരി, പിന്നെ നിങ്ങളുടെ അവസാനത്തെ പോയിന്റ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും എനിക്ക് തികച്ചും പക്ഷപാതപരമായി തോന്നുന്നതുമാണ്. പക്ഷേ ഭാഗ്യവശാൽ ഡാറ്റ നിങ്ങളോട് യോജിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലുടനീളം മദ്യത്തിൻ്റെ ഉപയോഗം പാരമ്യത്തിലാണ്. വികസ്വര വിപണികളിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു. ഇന്ത്യയിൽ മാത്രം. മോശം വാർത്ത എന്തെന്നാൽ അത് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷേ പൊതുവെ പ്രവണത താഴോട്ടാണ്. അതെ, അതിൻ്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അവബോധം കാരണം അത് ത്വരിതഗതിയിലാകുന്നത് കാണുന്നു. അതിലൊരു പങ്ക് കഞ്ചാവ് അപഹരിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് പ്രധാന പ്രവണതയെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അതെ, ശരി. മദ്യത്തിൻ്റെ ഉപഭോഗം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത് വർദ്ധിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അതിൻ്റെ കുറച്ചു ഭാഗം വെറുമൊരു ഔദ്യോഗികവൽക്കരണമാണ്. അതായത് മറ്റ് തരത്തിലുള്ള മദ്യങ്ങൾ ഇതിൻ്റെ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ സാധാരണയായി ഒരുപക്ഷെ
അവിടെയുണ്ട്. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ കുറവാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ. കാരണം സിഗരറ്റിൻ്റെ കാര്യത്തിൽ പോലും അറിയാമല്ലോ, നമ്മൾ ഒരു തരത്തിൽ ആഗോള പ്രവണതയെ എതിർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബോധവൽക്കരണം ഇവിടെ ഒരു ചെറിയ പ്രശ്നമാണ്. കൂടാതെ അതിൽ കുറച്ചെണ്ണം ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഉപഭോഗം തമ്മിലുള്ള വ്യത്യാസമാണ്. ശരി ഋഷിൽ, ഇതിന് വളരെ നന്ദി. ഞാൻ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കൂടാതെ ഇത് നിങ്ങളുടേതിൽ ഏറ്റവും മികച്ച ഒന്നാണ്. ശരിക്കും ക്ഷമിക്കണം, ഞാൻ എല്ലാ വർഷവും അങ്ങനെ പറയാറുണ്ടോ? പക്ഷേ ഇത് കൂടുതൽ മെച്ചപ്പെടുന്നു. കൂടാതെ ഇത് ആകർഷകമാണ്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എല്ലാം ഡാറ്റയും നക്കരമായ ഗവേഷണവും കൊണ്ട് പിന്തുണയ്ക്കുന്നതാണ്. ഇതിനെല്ലാം വളരെ നന്ദി. നന്ദി പ്രണോയ്. ഇത് ചെയ്യുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നന്ദി. ഗംഭീരം. അത് മികച്ചതും വിജ്ഞാനപ്രദവുമായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി. നന്ദി.